ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ഷിബു എല്ലാവർക്കും ചേട്ടാ. എല്ലാവർക്കും ഷിബു ചേട്ടാ, നന്ദിയുണ്ട്. ഹായ്. ഹായ് ഹായ്. നമ്മള് ഇന്ന് ചാപ്റ്റർ 6ലേക്ക് കിടക്കുകയാണ്, ഇൻ ടു ആക്ഷൻ. നമ്മൾ അവിടെ ആ ഹെഡിങ്, ഇംഗ്ലീഷിലെ ഹെഡിങ് ശ്രദ്ധിച്ചറിയാം. ഇൻ ടു എന്നുള്ള വാക്കില് ഗ്യാപ്പില്ല. ഇൻ കഴിഞ്ഞിട്ട് ടു കഴിയുമ്പോൾ ഒരു ഗ്യാപ്പില്ല. ഇൻ ടു ആക്ഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് ആ ഇൻ ടു ചേർത്ത് എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചപ്പോ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഒരു മൂവ്മെന്റിലേക്കോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിൽ നമ്മളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിലേക്കോ ഡീപ്പായിട്ട് വളരെ ആഴത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യം വിവരിക്കാനാണ് ഇൻ ടു എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഈസ് എ സിംഗിൾ പ്രൊപ്പോസിഷൻ യൂസ് ടു ഇൻഡിക്കേറ്റ് മൂവ്മെന്റ് ഓർ ഇൻസേർഷൻ ഇൻ ടു സംതിങ് ഓർ ടു ഷോ ട്രാൻസ്ഫോർമേഷൻ ഓർ ഡീപ്പ് എൻഗേജ്മെന്റ് വിത്ത് ടോപ്പിക്. അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ആ ടോപ്പിക്കില് ആൽക്കോളിസം അനോണിമസിലെ ഓരോ അംഗങ്ങളും കൂടുതൽ എൻഗേജ് ചെയ്യാനായിട്ട് പോവുകയാണ്. മലയാളത്തിൽ അത് പ്രവൃത്തി പദത്തിലേക്ക് മാത്രമേ എന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇൻ ടു എന്നുള്ള വാക്ക്, ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം, അത് ഒറ്റ വാക്കാണ് ഇൻ ടു ആക്ഷൻ. ഇൻ ടു ആക്ഷൻ എന്നാണ് പ്രവൃത്തി പദത്തിലേക്ക്, അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക്. ഇൻ ടു റീഡിങ് എന്നോ വായിക്കുക എന്നോ, ഇൻ ടു ലിസണിങ് എന്നോ കേൾക്കുക എന്നോ, ഇൻ ടു റൈറ്റിംഗ് എന്നോ എഴുതുക എന്നോ, ഇൻ ടു സ്പീക്കിംഗ് പറയുക എന്നോ അല്ല, ഇൻ ടു ആക്ഷൻ, ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തുകൊണ്ടാണ്? സ്റ്റെപ്പ് 3യില് ഞാൻ അതിന്റെ ഒരു ചെറിയ വിവരണം എനിക്ക് പറഞ്ഞു പറഞ്ഞ പോലെ, അതായത് സ്റ്റെപ്പ് 3യിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ പിതാവിന്റെ ജോലിക്കാരനായിട്ട് മാറും എന്നൊക്കെ നമ്മൾ സ്റ്റെപ്പ് 3യിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4th സ്റ്റെപ്പ് എടുക്കുമ്പോൾ ലോഞ്ച്ഡ് ഔട്ട് ഓൺ എ കോഴ്സ് ഓഫ് വിഗറസ് ആക്ഷൻ, അതായത് ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ കടക്കുന്നതായിട്ടാണ് 4th സ്റ്റെപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചത്. അതായത് നമ്മൾ ഇൻവെന്ററി എടുക്കുന്നു. നമ്മളുടെ വളരുന്ന അവസ്ഥയിൽ നമുക്ക് പറ്റിയിട്ടുള്ള വൈകല്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതാണ് 4th സ്റ്റെപ്പ്. അതൊരു ആക്ഷൻ ആണ്. അവിടെയാണ് നമുക്ക് ആക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 1, 2, 3 കഴിഞ്ഞാൽ 4th സ്റ്റെപ്പിലാണ് നമുക്കൊരു പ്രവൃത്തി ആവശ്യമായിട്ടുള്ളത്. ഈ അവിചാരിതമായിട്ട് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ ഈ ആക്ഷൻ എന്നാണ്, ഇൻ ടു ആക്ഷൻ. കാരണം നമുക്കിനി കൂടുതൽ പ്രവൃത്തിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ പ്രവൃത്തിയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ചാപ്റ്റർ എന്താണ് മൊത്തത്തിൽ വിവരിക്കുന്നത് വെച്ചാല്, 5-ാം പടിയും 6-ാം പടിയും 7-ാം പടിയും 8-ാം പടിയും 9, 10, 11 പടികളും ചെയ്യേണ്ടതിന്റെയും അതിന്റെ ചില നിർദ്ദേശങ്ങളും അതിനകത്തുള്ള പ്രാർത്ഥനകളും ചില വാഗ്ദാനങ്ങളും ഒക്കെയാണ് ഇതിന്റെ മൊത്തത്തിൽ ഇത് വിവരിക്കുക. അതായത് വാട്ട് ഈസ് ബിക്കമിങ് അബൻഡന്റ്ലി ക്ലിയർ അബൌട്ട് ദിസ് പ്രോഗ്രാം ഇറ്റ്സ് സിംപ്ലിസിറ്റി. അതായത് വളരെ ലളിതമായിട്ട് ഈ പ്രോഗ്രാം നമുക്ക് വിവരിച്ചു തരികയാണ്. നമ്മളോട് എങ്ങനെയാണ്, ഹൗ ഇറ്റ് വർക്ക്സ് എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ. നമുക്ക് ഇത് കഴിഞ്ഞു പോയ ചാപ്റ്ററിന്റെ പേര് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. പിന്നെ 3rd സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക, അതായത് ക്വിറ്റ് പ്ലേയിങ് ഗോഡ്, അതായത് ദൈവം കളിക്കുന്ന പരിപാടി നിർത്തി. കാരണം എന്താണ്? ഇറ്റ് ഡിഡിന്റ് വർക്ക്, അതങ്ങനെ പ്രവർത്തിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന പേജ് 64 മുതൽ 88 വരെയുള്ള കാര്യങ്ങളിൽ, അതായത് പേജുകളിൽ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിന് വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ്. ഫ്രം പേജസ് 64 through 88, 88 വരെ വി ആർ presented with the steps we must make to achieve our successful consumption of spiritual awakening. അതായത് ആത്മീയമായ ഒരു ഉണർവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. Then having taken those actions, we are captured into 4th dimension of existence. നമ്മൾ 25-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, നമ്മളൊരു 4-ാം തലത്തിലേക്ക് എത്തിച്ചേരുന്നു. ആർ ഗോയിങ് ടു നോ എ ന്യൂ ഫ്രീഡം ആൻഡ് എ ന്യൂ ഹാപ്പിനെസ്. അതായത് പുതിയൊരു സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിക്കാൻ പോവാണ്. അപ്പോ സമയം കടന്നു പോകും തോറും, അല്ലെങ്കിൽ ആൽക്കോളിസം അനോണിമസിന്റെ ഉള്ളിൽ ഈ പടികളിലൂടെ ഒക്കെ സഞ്ചരിക്കും തോറും നമുക്കിത് കൂടുതൽ വ്യക്തമായിട്ട് തീരും. ടു എൻഹാൻസ് ദാറ്റ് മിറാക്കിൾ ആൻഡ് ടു കണ്ടിന്യൂ അവർ സ്പിരിച്വൽ ഗ്രോത്ത്. അതായത് നമ്മൾക്ക് അത്ഭുതം തുടരുകയും നമ്മളിൽ ഒരു ആത്മീയ വളർച്ച ഉണ്ടാവുകയും ചെയ്യും. വി ആർ ടോൾഡ് ഹൗ ടു ഡീൽ വിത്ത് ദ ഈവൻസ് ഓഫ് ദ ഡേ ആസ് വി ഗോ ത്രൂ ദ ഡേ ബൈ അപ്ലൈയിങ് സ്റ്റെപ്പ് 10. അതായത് 10-ാം പടി എത്തുമ്പോഴത്തേക്കും ഡെയിലി ജീവിതത്തിൽ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കും. Then we are told how to access the power and the knowledge.
എങ്ങനെയാണ് ഈ ശക്തിയും അറിവും നമുക്ക് ഈ ഹയർ പവറിൽ നിന്ന് ലഭിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവിടെ ഒരു 10-ാം പടി പറയുന്നുണ്ട്, ഡെവലപ്പിംഗ് എ വൈറ്റൽ സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞാൽ 6-ാം ഇന്ദ്രിയം വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഗോഡ് കോൺഷ്യസ്നെസ്, ദൈവത്തിന്റെ മനസാക്ഷി പ്രവർത്തിക്കുമെന്ന് പറയുന്നത്. എന്തിലൂടെയാണ്? പ്രയർ. ആ പ്രയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലിസണിങ്, ദൈവത്തെ കേൾക്കുന്നു എന്നതിലൂടെ. അത് ഈ നമുക്ക് സ്റ്റെപ്പ് 11 പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. ഓൾ ഓഫ് ദിസ് ദാറ്റ് പ്രഷ്യസ് വൈറ്റൽ ഇൻഫർമേഷൻ ഇസ് കണ്ടെയ്നഡ് ഇൻ ജസ്റ്റ് 5 pages. അപ്പൊ 84 മുതൽ 88 വരെയുള്ള പേജുകളിൽ ഇത്തരം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ക്ലിയർ കട്ട് ഡയറക്ഷൻ ആണ്, കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളാണ്. ഈ ബുക്കിന്റെ പ്രോമിസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ആത്മീയ ഉണർവുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ആത്മീയ അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അങ്ങനെ എല്ലാത്തരം പ്രോബ്ലംസിനും, നോട്ട് ജസ്റ്റ് ദ പ്രോബ്ലം ഓഫ് ആൽക്കഹോളിസം, അല്ലെങ്കിൽ മദ്യാസക്തിക്ക് മാത്രമല്ല, ബട്ട് ഓൾ അവർ പ്രോബ്ലംസ്, എല്ലാ പ്രോബ്ലംസിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. ദ ഓൺലി വേ ടു സീ ഇഫ് ദാറ്റ് വിൽ പ്രൂവ് ട്രൂ ഫോർ അസ്, നമ്മളിലെ സത്യം കണ്ടെത്തുകയും, ആസ് ഇറ്റ് ഡിഡ് ഫോർ ദ ഓതേഴ്സ് ഓഫ് ദിസ് ബുക്ക്, ഇസ് ടു വാട്ട് ദേ ഡിഡ്. നമ്മളിലെ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബുക്കിലെ എഴുത്തുകാർ 100 പേരടങ്ങിയ ഈ എഴുത്തുകാർ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്, നമ്മുടെ സത്യത്തെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. വിത്ത് സ്റ്റെപ്പ് ഫോർ വി ഹാവ് ടേക്കൺ ഓൺലി ദ ഫസ്റ്റ് ആക്ഷൻ സ്റ്റെപ്പ്. നമ്മള് സ്റ്റെപ്പ് 4 ഒരു ആക്ഷൻ സ്റ്റെപ്പാണ് അടുത്തത്. നൗ ഇറ്റ് ഇസ് ടൈം ഫോർ ആക്ഷൻ ആൻഡ് മോർ ആക്ഷൻ. ഇനി നമ്മൾക്ക് കൂടുതൽ ആക്ഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കണം, വി റിക്കവർ ബൈ ദ സ്റ്റെപ്സ് വി ടേക്ക്, നോട്ട് ദ മീറ്റിംഗ്സ് വി മേക്ക്. നമ്മള് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല സുബോധാവസ്ഥയിലെത്തുക, നമ്മൾ എടുക്കുന്ന പടികളിലൂടെയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻടു ആക്ഷൻ എന്നുള്ള ആ പേജിലേക്ക് പോകാം. റോമൽ വായിക്കാവോ? വായിക്കാം. അധ്യായം 6 പ്രവൃത്തി പദത്തിലേക്ക്. ഒരു സ്വയം കണ്ടെത്തൽ നടത്തിയതിനു ശേഷം അക്കാര്യത്തിൽ ഞങ്ങൾ പിന്നീട് എന്താണ് ചെയ്യാനുള്ളത്? ഒരു പുതിയ മനോഭാവവും ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധവും ലഭിക്കുന്നതിന് ഞങ്ങളുടെ മാർഗത്തിലെ തടസ്സങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വയം കണ്ടെത്തലിൽ ദുർബലമാണെന്ന് തോന്നിയ വശങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ഇവയൊക്കെയാണ് ഒന്ന് പാകപ്പെടുത്തി പദം വരുത്തുവാനുള്ളത്. ഇനി ഇതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തനം ആവശ്യമുണ്ട്. കാരണം ഇത് പൂർത്തിയാക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തോടും ഞങ്ങളോട് തന്നെയും മറ്റൊരു വ്യക്തിയോടും യഥാർത്ഥ തരത്തിലുള്ള ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട് എന്നാണ്. മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ച രോഗമുക്തിക്ക് സഹായിക്കുന്ന 5-ാമത്തെ പടിയിലേക്ക് ഇത് ഞങ്ങളെ എത്തിക്കുന്നു. താങ്ക് യു. അതായത് ഇൻടു ആക്ഷനിലെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുകയാണ്, ഹാവിംഗ് മെയ്ഡ് അവർ പേഴ്സണൽ ഇൻവെന്ററി. അതായത് നമ്മൾ 4-ാമത്തെ പടി എടുത്തു കഴിഞ്ഞു. വാട്ട് ഷാൽ വി ഡു അബൌട്ട് ഇറ്റ്? നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അടുത്ത വാക്ക് പറയണം, ഒരു പുതിയ മനോഭാവവും ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധവും ലഭിക്കുന്നതിന് ഞങ്ങളുടെ മാർഗത്തിലെ തടസ്സങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഹാവ് ബീൻ ട്രൈങ് ടു ഗെറ്റ് എ ന്യൂ ആറ്റിറ്റ്യൂഡ്, എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് അവർ ക്രിയേറ്റർ. അതായത് എന്താണ് ഈ ന്യൂ ആറ്റിറ്റ്യൂഡ്? അല്ലെങ്കിൽ ഈ 72-ാമത്തെ പേജില് 1-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഈ ന്യൂ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ് എന്താണ്? നമുക്കറിയാം, ചാപ്റ്റർ 2 നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ചാപ്റ്റർ 2 നമ്മൾ വിവരിച്ചപ്പോ നമുക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങളുടെ അനുബന്ധം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, സ്പിരിച്വൽ അവേക്കണിങ് എന്താണ്, സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആത്മീയ അനുഭവം എന്താണ്, ആത്മീയ ഉണർവ് എന്താണ് എന്ന് പറയുകയും, നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ചിന്റെ കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുക്കലിന് അല്ലെങ്കിൽ റിക്കവറിക്ക് പേഴ്സണാലിറ്റി ചേഞ്ച്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു മാറ്റം, പേഴ്സണാലിറ്റി ചേഞ്ചിന് വ്യക്തിത്വത്തിലേക്ക് ഉണ്ടാകുന്ന മാറ്റം ആവശ്യമായതിന്റെ ആവശ്യകതയൊക്കെ അവിടെ പറയുന്നുണ്ട്. ആൻഡ് വി ഡെഫിനറ്റ്ലി പേഴ്സണലി ആസ് ദ വേ വി തിങ്ക് ആൻഡ് ഫീൽ. അതായത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ വൈകാരികമായി പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു മാറ്റം ആവശ്യമുണ്ട്. അതായത് നമ്മുടെ എല്ലാ മനോഭാവം, ജീവിതത്തോടുള്ള മനോഭാവം, ആളുകളോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റം ആവശ്യമുണ്ട്. സ്പിരിച്വൽ അവേക്കണിംഗ് അല്ലെങ്കിൽ ആത്മീയ ഉണർവ് ഇത് നമുക്ക് തരും. എ ന്യൂ വേ ഓഫ് വ്യൂയിങ് ലൈഫ്, അതായത് ഒരു പുതിയ വഴിയിലേക്ക് ജീവിതത്തെ കാണാൻ സഹായിക്കും, ആളുകളെ കാണാൻ സഹായിക്കും. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു വാക്കെന്ന് പറഞ്ഞാൽ എ ന്യൂ ആറ്റിറ്റ്യൂഡ് എന്നാണ്, ഒരു പുതിയ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. സോ ദാറ്റ് വാട്ട് റിയലി ഈസ് ദ ന്യൂ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ്? എങ്ങനെയാണ് ഈ പുതിയ മനോഭാവം നമുക്ക് കൃത്യമായി തെളിഞ്ഞു വരുന്നത്? വെൽ, ഹോപ്പ്ഫുള്ളി വി ഹാവ് ബിഗാൻ ടു സീ ദ അതേഴ്സ് ആർ സിക്ക് ഇൻ സെൽഫ് ടു. അതായത്
മറ്റുള്ളവരും രോഗികളാന്നുള്ള ചിന്ത നമ്മളിൽ പ്രവർത്തിക്കുന്നു. ആൻഡ് ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, പെർഹാപ്സ് വി വിൽ നോട്ട് ഫീൽ അണ്ടർ കോൺസ്റ്റന്റ് അറ്റാക്ക്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവര് രോഗികളാണ് എന്ന്, അല്ലെങ്കിൽ സിക്ക് പേഴ്സൺസ് ആണ്, അസുഖമുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരോടുള്ള അറ്റാക്കിങ് അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പ് നിർത്തും. ദാറ്റ് ദോസ് പീപ്പിൾ ഹു ഹർട്ട് us ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ടു us, they are just doing it. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവരെ അറിയാതെ രോഗികളായതുകൊണ്ട് ചെയ്തു പോകുന്നതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ് ബിക്കംസ് ലെസ് പേഴ്സണൽ, ദേ ആർ ആക്ടിങ് ഔട്ട്, നോട്ട് അറ്റാക്കിങ് മീ. അവരങ്ങനെ വ്യക്തിപരമായിട്ട് ചെയ്തു പോകുന്നതാണ്, അവർ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതല്ല. ഐ ബിലീവ് വി ആർ ഓൾ ഇൻ ദ പ്ലാനറ്റ് ടു ഗ്രോ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മ്യൂണിയൻ വിത്ത് അവർ ക്രിയേറ്റർ. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും നമ്മളുടെ സൃഷ്ടികർത്താവിനോടൊപ്പം ചേർന്ന് പോകാനും മനസ്സിലാക്കാനും ഒക്കെയാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പോകണം എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും വഴക്കിട്ട് പോകണമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ദാറ്റ് ബീയിങ് സാഡ്, സം ഓഫ് us ആർ ജസ്റ്റ് എ ലിറ്റിൽ ഫർദർ അലോങ് വിത്ത് ദ ജേർണി ദാൻ അതേഴ്സ്. പക്ഷേ നമ്മൾക്ക് ഈ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെക്കാളും കുറച്ച് ദൂരം ഇതിനകത്ത് യാത്ര ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാം സഹായിക്കും. ആൻഡ് വി ക്യാൻ ബിഗിൻ ടു ലുക്ക് അപ്പോൺ ദോസ് ഹു ഹർട്ട് us on not being whether we are spiritually, when we can start to view them with compassion and patience rather than resentment. അതായത് 4-ാം പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 1, 2, 3 കോളത്തില് മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിച്ചതിനെ പറ്റി എഴുതുകയും അവര് എന്തുകൊണ്ട് ഉപദ്രവിച്ചു എന്നൊക്കെ എഴുതുകയൊക്കെ ചെയ്തെങ്കിലും നമ്മൾ 4ഉം 5ഉം കോളത്തിലെത്തുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും കുറ്റങ്ങളുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവരോട് സ്നേഹപൂർവ്വം പെരുമാറാനും അനുകമ്പാപൂർവ്വം പെരുമാറാനും നീരസമില്ലാതെ പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നു. നൗ ഹാവിംഗ് കംപ്ലീറ്റഡ് ദ സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി, അതായത് നമ്മൾ നമ്മുടെ 4-ാം പടിയുടെ എല്ലാ ഭയം കൂടാതെയും നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി എന്ന് പറയുമ്പോൾ അതിനെയാണ് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വി ഹാവ് ബിഗാൻ ടു പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ദ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് അവർ ക്രിയേറ്റർ. അപ്പൊ അവിടെ വെച്ച് നമ്മൾ നമ്മുടെ ക്രിയേറ്ററുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉന്നത ശക്തിയുമായിട്ട് ഒരു നല്ല ബന്ധം തുടരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് സം സ്പെസിഫിക് ഹൗ വി അപ്ലൈ വിത്ത് ന്യൂ ആറ്റിറ്റ്യൂഡ്. പുതിയ മനോഭാവങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇൻ ഡീലിംഗ് വിത്ത് ആങ്കേഴ്സ്, നമ്മൾ ദേഷ്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ട്രൈ ടു വ്യൂ ദോസ് ഹു ഹാം us സ്പിരിച്വലിറ്റി ഇൽ. അതായത് നമ്മൾ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുന്നവര് ആത്മീയമായിട്ട് രോഗികളാണെന്ന് നമ്മൾ കണക്കാക്കുന്നു. ഫിയേഴ്സ്, നമ്മുടെ ഭയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ട്രൈ ടു സീ ദാറ്റ് ദ റീസൺ ഫോർ അവർ ഫിയേഴ്സ് ദാറ്റ് വി ബിലീവ് വി ഹാവ് ഓൺലി അവർ സെൽസ് ടു റിലേ അപ്പോൺ. അപ്പോൾ നമുക്ക് ചില ഭയങ്ങൾ ഉണ്ടാവുന്നത് എന്താണ്? അത് കൃത്രിമമാണ്. അത് നമുക്ക് വെറുതെ കുറെ നേരത്തേക്ക് അതിനെ ആശ്രയിച്ച് നിൽക്കാന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ ഭയം നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. റിഗാർഡിംഗ് സെക്സ്, എന്തുകൊണ്ടാണ് ലൈംഗികപരമായിട്ടുള്ള ഇൻവെന്ററി നമ്മൾ എടുത്തത്? ട്രൈ ടു റിയലൈസ് ദാറ്റ് അവർ സെൽഫിഷ്നെസ് ഈസ് ദ കോസ് ഓഫ് അവർ സെക്സ് പ്രോബ്ലം. അതായത് പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ ചിന്തകളുമാണ് നമ്മളെ ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അപ്പോ ഹൗ ആർ വി ടോൾഡ് ടു ബിഗിൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ദിസ് ന്യൂ ആറ്റിറ്റ്യൂഡ്? നമുക്ക് ഈ പുതിയ മനോഭാവം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. 4th സ്റ്റെപ്പ് ലിസ്റ്റില് നമ്മൾ ചില പ്രത്യേക പ്രാർത്ഥനകൾ പറയുന്നുണ്ട്. ടു ഡീൽ വിത്ത് അവർ ആങ്കർ. ഒന്നാമത്തെ കാര്യം നമ്മുടെ ദേഷ്യത്തെ കൈകാര്യം ചെയ്യണം. എന്താണ് ആ പ്രാർത്ഥന? വി പ്രേ ടു ബി റിലീസ്ഡ് ഫ്രം ദ കൺട്രോൾ ദാറ്റ് അവർ ആങ്കർ ഹാസ് ഓൺ us. അതായത് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനായി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? വി ആസ്ക് ഗോഡ് ടു ഹെൽപ്പ് us. ദൈവമേ എന്നെ സഹായിക്കണമേ. ഷോ ദം ദ സെയിം ടോളറൻസ്. അതായത് അവരോട് സഹിക്കാൻ, ദയവായ്പുണ്ടാകാൻ, ആൻഡ് പേഷ്യൻസ്, സഹനമുണ്ടാകാൻ അല്ലെങ്കിൽ ക്ഷമയുണ്ടാകാൻ. ദാറ്റ് വി വുഡ് ചിയർഫുള്ളി ഗ്രാൻഡ് എ സിക്ക് ഫ്രണ്ട്. അത് എന്റെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ അസുഖക്കാരനായ അല്ലെങ്കിൽ രോഗബാധിതനായ എന്റെ കൂട്ടുകാരനോട് അത് ചെയ്യാൻ. വെൻ എ പേഴ്സൺ ഒഫൻഡഡ് ബി സെഡ് ടു അവർ സെൽഫ്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് നമ്മളോട് എതിർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുന്നു. ദിസ് ഈസ് എ സിക്ക് മാൻ, ഇവനൊരു രോഗിയാണ്. ഹൗ ക്യാൻ ഐ ബി ഹെൽപ്ഫുൾ ടു ഹിം? ഞാൻ എങ്ങനെ അവന് സഹായകമായി പ്രവർത്തിക്കാൻ സഹായിക്കും? ഗോഡ് സേവ് മീ ഫ്രം ബീയിങ് ആംഗ്രി. ദേഷ്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദേ വിൽ ബി ഡൺ. അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. അതാണ് നമ്മൾ ദേഷ്യം വരുമ്പോൾ പ്രവർത്തിക്കുന്ന പ്രാർത്ഥന. അടുത്ത തന്നെയാണ് നമുക്ക് ഭയം വരുമ്പോഴോ? വി ആസ്ക് ഗോഡ് ടു റിമൂവ് അവർ ഫിയർ. നമ്മുടെ ഭയം നമ്മളിൽ നിന്ന് അകറ്റാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഡയറക്റ്റ് അവർ അറ്റൻഷൻ ടു വാട്ട് ഹി വുഡ് ഹാവ് us ബി. അതായത് ഞാൻ എങ്ങനെയാണ് നന്നായി പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചുള്ള ശ്രദ്ധയിലേക്ക്
പോകുന്നു. അറ്റ് വൺസ് വി കമൻസ് ടു ഔട്ട്ഗ്രോ ഫിയർ. അങ്ങനെ നമ്മൾ ഭയത്തിൽ നിന്ന് മോചനം നേടുന്നു. ടു അഡ്രസ് ഓഫ് അവർ സെക്സ് പ്രോബ്ലം, നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോഴോ വി ആസ്ക്ഡ് ഗോഡ്, നമ്മൾ ദൈവത്തോട് പറയാണ് ടു മോൾഡ് അവർ ഐഡിയൽസ് ആൻഡ് ഹെൽപ്പ് us ടു ലൈവ് അപ് ടു ദം. അതായത് നമ്മളുടെ പഴയകാല ചിന്തകളെ അല്ലെങ്കിൽ പഴയകാല ചിന്തകളെ അഴിച്ചുപണി നടത്തി അതിനെ കൂടുതൽ ജീവൻ വെപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റണമേ എന്നുള്ള സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ടു ഷോ us what do when confronted with a dilemma is the regard we ask God what we should do about each specific matter. അപ്പോ ഓരോ കാര്യങ്ങളിലും, അതായത് ഭയത്തിലും നീരസത്തിലും സെക്സിന്റെ പ്രശ്നങ്ങളിലും എല്ലാം നമ്മൾ ദൈവത്തിനോടാണ് സഹായം ആവശ്യപ്പെടുന്നത്. ദിസ് പ്രാക്ടിക്കൽ പ്രേയേഴ്സ് പ്രൊഡ്യൂസ് എ ന്യൂ ആറ്റിറ്റ്യൂഡ്. ഈ പ്രാർത്ഥന തന്നെയാണ് ഒരു പുതിയ മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദൈവവുമായിട്ടുള്ള ഒരു ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ക്രിയേറ്ററിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പം ഇൻ ടു ആക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുകയാണ് വി ഹാവ് ബീൻ ട്രൈങ് ടു ഗെറ്റ് എ ന്യൂ ആറ്റിറ്റ്യൂഡ്. ഒരു പുതിയ മനോഭാവം ഉണ്ടാക്കാൻ പോവുകയാണ്. എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് അവർ ക്രിയേറ്റർ. നമ്മൾ പുതിയ ഒരു മനോഭാവം അല്ലെങ്കിൽ പുതിയ ഒരു ക്രിയേറ്ററുമായിട്ട്, നമ്മുടെ ക്രിയേറ്ററുമായിട്ട് പുതിയൊരു റിലേഷൻഷിപ്പ്, ബന്ധം ഉണ്ടാക്കാൻ പോവാണ്. ആൻഡ് ഡിസ്കവർ ദ ഓബ്സ്റ്റക്കിൾസ് ഇൻ അവർ പാത്ത്. അപ്പൊ നമ്മളുടെ പാതയിൽ ഉണ്ടായ എല്ലാ പ്രതിബന്ധങ്ങളും, ഓബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചാൽ എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ തടസ്സങ്ങളും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടാണ് അത് ചെയ്യുക. വി ഹാവ് അഡ്മിറ്റഡ് സർട്ടൻ ഡിഫക്ട്സ്. ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ ഡിഫക്ട്സ്. ഈ ചാപ്റ്റർ 5 സ്റ്റെപ്പ് 5 റോങ്സ് എന്നും സ്റ്റെപ്പ് 6 ഡിഫക്ട്സ് എന്നും സ്റ്റെപ്പ് 7 ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയുന്നതെല്ലാം ഒരേ കാര്യം തന്നെയാണ്. ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടറാണ്. അതായത് നമ്മൾ കോളം 5 കണ്ട, 4th സ്റ്റെപ്പ് എടുക്കുമ്പോൾ കോളം 5 കണ്ടത് നമ്മുടെ കുറെ ക്യാരക്ടർ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. നമ്മൾ സ്വാർത്ഥനാണ്, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൺസിഡർ ചെയ്യാത്തവരാണ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനാണ്, സ്വന്തം അസൂയുള്ളവനാണ്. അങ്ങനത്തെ നമ്മൾ ഒരുപാട് കണ്ടു കോളം 5. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ കോളം 5 കണ്ട നമ്മളുടെ റോങ്സ് ആണ് സ്റ്റെപ്പ് 5 പറയാ, ഡിഫക്ട്സ് ആണ് സ്റ്റെപ്പ് 6 പറയാ, ഷോർട്ട് കമ്മിങ്സ് ആണ് സ്റ്റെപ്പ് 7 പറയാ. ഇതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. അപ്പൊ അപ്പോ ഇത്തരം കാര്യങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫക്ട്സുകള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. എന്തിനാണ്? ദൈവവുമായിട്ട് ഒരു ബന്ധം വരുത്താൻ. അതിന് 3 മാർഗങ്ങളാണ് പറയുന്നത്. സ്പിരിച്വൽ ടു ഗോഡ്, നമ്മൾ ദൈവത്തോടും; ദ മെന്റൽ ടു അവർ സെൽസ്, നമ്മളോടും; ആൻഡ് ദ ഫിസിക്കൽ ടു അനദർ ഹ്യൂമൻ ബീയിങ്. 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ 5-ാം പടി പറയുക അല്ലെ. 5-ാം പടിയുടെ 3 തരത്തിലാണ്. അതായത് ദൈവത്തോടും ഇനി ഇവയൊക്കെ ഒന്ന് പാകപ്പെടുത്തി പൂർത്തിയാക്കുക എന്നാൽ അർത്ഥം ദൈവത്തോടും ഞങ്ങളോട് തന്നെ മറ്റൊരു വ്യക്തിയോടും യഥാർത്ഥ തരത്തിലുള്ള ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞു കൊണ്ടാണ്. ദൈവത്തോട് ടു ഗോഡ്, അതെന്താണ്? സ്പിരിച്വൽ അവേക്കനിങ് ആണ് അല്ലെ, ഒരു ആത്മീയമായിട്ടുള്ള ഉണർവ് കിട്ടാൻ വേണ്ടി. ടു അവർ സെൽസ്, നമ്മളോട് തന്നെ, അതെന്താണ്? മെന്റൽ സൈഡാണ്, നമ്മുടെ മാനസികമായിട്ടുള്ള ഇതാണ്. ആൻഡ് ദ ഫിസിക്കൽ ടു അനദർ ഹ്യൂമൻ ബീയിങ്. അനദർ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് ഷെയറിംഗ് ആണ് ഉദ്ദേശിക്കുക. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിന്. അപ്പൊ ആത്മീയ ആരോഗ്യവും മാനസിക ആരോഗ്യവും ഫിസിക്കൽ ആയിട്ടുള്ള ആരോഗ്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് 5-ാം പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആങ്കർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മളുടെ തെറ്റായ ചില ജഡ്ജ്മെന്റുകൾ കൊണ്ടാണ്, നമ്മൾ ചില ന്യായീകരണങ്ങൾ കൊണ്ടാണ്. ഫിയർ എന്താണ്? നമ്മൾ അസത്യമായ ഒരു കാര്യം വിശ്വസിക്കുകയാണ്, അത് അങ്ങനെ സംഭവിക്കും, അതിങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അസത്യമായ ഒരു കാര്യം വിശ്വസിക്കാൻ തയ്യാറാവുന്നതുകൊണ്ടാണ്. റോങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നതിനാണ് തെറ്റായ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ആങ്കറിൽ നിന്ന് മോചനം നേടുമ്പോൾ നമുക്കൊരു മെന്റൽ ആയിട്ടുള്ള ഒരു ഇതുകൊണ്ടൊന്നും, ഫിയറിൽ നിന്ന് മോചനം നേടുമ്പോൾ ആത്മീയമായ ഒരു ആരോഗ്യം കിട്ടുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന നിർത്തുമ്പോൾ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ആരോഗ്യം നേടുന്നു. മെന്റൽ, സ്പിരിച്വൽ, ഫിസിക്കൽ. നമുക്കറിയാം എയുടെ 3 ഡയമെൻഷൻ, അതാണ് 3 തലത്തിലാണ് ആത്മീയ രോഗമായിട്ടുള്ള മദ്യാസക്തി വിവരിക്കുക. 1 മാനസിക രോഗമാണ്, 2 ആത്മീയ രോഗമാണ്, 3 ഫിസിക്കൽ രോഗമാണ്. അപ്പൊ ഇവിടെ ടു ഗോഡ് സ്പിരിച്വൽ, ടു അവർ സെൽസ് അതായത് മെന്റൽ, ടു അനദർ ഹ്യൂമൻ ബീയിങ് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ഈ ഒരു വരിയില് ഇംഗ്ലീഷ് ബുക്കിൽ പറയുന്നുണ്ട്, അതായത് വി ഹാവ് ascertained in rough way what the trouble is. ഞാൻ ഇംഗ്ലീഷും കൂടി പറയാനുള്ള കാരണം ചില വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന്, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുക. അപ്പൊ
കൃത്യമായിട്ട് എനിക്ക് അറിവില്ല, പക്ഷെ ഞാനത് മലയാളത്തിൽ ഇംഗ്ലീഷും കൂടി വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വി ഹാവ് അസർട്ടൻഡ് ഇൻ റഫ് വേ, ഒരു മൂല്യനിർണ്ണയം നമ്മൾ കൃത്യമായി നടത്തി നമ്മുടെ ഡിഫക്ട്സിന്. വാട്ട് ദ ട്രബിൾ ഈസ്, എന്താണ് നമ്മുടെ കുഴപ്പമെന്ന് മനസ്സിലാക്കി. എന്താണ് ഈ റഫ് വേ? റഫ് വേ എന്ന് പറഞ്ഞാല് ഏകദേശം അല്ലെ, ഒരു കൃത്യമായിട്ടല്ല, ഏകദേശമാണ് ഒരു ഫോർത്ത് സ്റ്റെപ്പ്. അതായത് ഒരാൾ കൃത്യമായിട്ട് ഞാൻ 100% 4-ാം പടി ചെയ്തു എന്നുള്ള ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ റഫ് വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശമാണ്. അതായത് ദർ ഇസ് നോ പെർഫെക്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയും. അതായത് 100% കൃത്യമായിട്ടുള്ള ഒരു 4-ാം പടി ഇല്ല. നമുക്കറിയാം സ്റ്റെപ്പുകളിലെല്ലാം 1-ാം പടി ഒഴിച്ച് ബാക്കി ഒരു സ്റ്റെപ്പുകളും 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പലപ്പോഴും ലേഖനങ്ങളിലൊക്കെ ഡബ്ല്യു വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റഫ് വേ. വി ഹാവ് അസർട്ടൻഡ്, ചില മൂല്യനിർണ്ണയങ്ങൾ നടത്തി. റഫ് വേ ദാറ്റ് ദ ട്രബിൾ ഈസ്, എന്തൊക്കെയാണ് നമ്മുടെ കുഴപ്പങ്ങൾ നമ്മൾ കണ്ടെത്തി. വി ഹാവ് പുട്ട് അവർ ഫിംഗർ ഓൺ ദ വീക്ക് ഐറ്റംസ് ഇൻ അവർ പേഴ്സണൽ ഇൻവെന്ററി, അതായത് നമ്മളുടെ വീക്കഡ് ഐറ്റംസത്തിന് നമ്മൾ ആ പേപ്പറിൽ എഴുതി വെച്ചു. നൗ ദിസ് ആർ അബൌട്ട് ടു ബി കാസ്റ്റ് ഔട്ട്. കാസ്റ്റ് ഔട്ട് എന്ന് വെച്ചാൽ എന്നാണ്? അത് നമ്മളിൽ നിന്ന് ഊരിക്കളയണം, അല്ലെങ്കിൽ അഴിച്ചു കളയണം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളായിട്ട് മാറാനായിട്ട്, ഒരു പ്രതിമയൊക്കെ സൃഷ്ടിക്കണ പോലെ നമ്മുടെ ഡിഫക്ട്സുകളെല്ലാം മാറ്റി ഒരു പുതിയ ആളായി മാറാനായിട്ട്, രൂപപ്പെടാനായിട്ട് നമ്മൾ ഇവിടെ തയ്യാറാകുകയാണ്. ദിസ് റിക്വയർസ് ആക്ഷൻ ഓൺ അവർ പാർട്ട്. ഇതിനൊരു നമുക്കൊരു ആക്ഷൻ വേണം, ഒരു പ്രവൃത്തി ആവശ്യമുണ്ട്. വിച്ച് ഈവൻ കംപ്ലീറ്റഡ്, വെൻ കംപ്ലീറ്റഡ് വിൽ മീൻ ദാറ്റ് വി ഹാവ് അഡ്മിറ്റഡ് ടു ഗോഡ്. ഇത് എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? വി അഡ്മിറ്റഡ് ടു ഗോഡ്, ടു അവർ സെൽസ് ആൻഡ് ടു അനദർ ഹ്യൂമൻ ബീയിങ്. 3 പാർട്ടാണ് 5-ാം പടി. അഡ്മിറ്റഡ് ടു ഗോഡ്, ദൈവത്തോട് സമ്മതിക്കുന്നു. അതിനെയാണ് സ്പിരിച്വാലിറ്റി. ടു അവർ സെൽസ്, നമ്മളോട് തന്നെ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ സമ്മതിക്കുന്നു. അതിനാണ് മാനസികമായിട്ട്. ആൻഡ് ടു അനദർ ഹ്യൂമൻ ബീയിങ്, ഷെയറിംഗ് ആണ്, മറ്റൊരാളോട് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിക്കണം. ദ എക്സാക്ട് നേച്ചർ ഓഫ് അവർ ഡിഫക്ട്സ്. ആദ്യം പറഞ്ഞ പോലെ ഡിഫക്ട്സും റോങ്സും ഷോർട്ട് കമ്മിങ്സും എല്ലാം ഒരേ അർത്ഥത്തിൽ വരുന്ന കാര്യമാണ്. നമുക്ക് പറ്റിയ തെറ്റുകൾ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് brings us to the 5th step of the program of recovery mentioned in the preceding chapter. ഇനി മുമ്പിലുള്ള നമ്മുടെ ചാപ്റ്ററുകളിൽ ഇതെല്ലാം 5th സ്റ്റെപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പ്രോഗ്രാം ഓഫ് റിക്കവറി എന്നാണ്, വീണ്ടെടുക്കലിന്റെ പ്രോഗ്രാം എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഹാവിംഗ് മെയ്ഡ് അവർ പേഴ്സണൽ ഇൻവെന്ററി വാട്ട് ഷാൽ വി ഡു അബൌട്ട് ഇറ്റ്. അതായത് പുസ്തകം വായിക്കുന്ന വായനക്കാരനോട് ഓരോ പാരഗ്രാഫിലും ഓരോ ലൈനിലും എന്തോ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം തുടർച്ചയായിട്ടുള്ള ഈ ആക്ഷനിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യാൻ ഒരു സ്വയം കണ്ടെത്തൽ നടത്തിയതിനു ശേഷം ആ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പിന്നീട് എന്താണ് ചെയ്യാനുള്ളത്. സ്വയം കണ്ടെത്തൽ എവിടെ നടത്തിയത്? 4-ാം പടിയില് നമ്മൾ ഈ കോളം വരച്ച് ആദ്യത്തെ 3 കോളത്തില് മറ്റുള്ള 1-ാമത്തെ കോളത്തില് പേരും സ്ഥലവും, സോറി, പീപ്പിൾ, പ്ലേസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഴുതി. 2-ാമത്തെ കോളത്തില് അത് എങ്ങനെയാണ് നമ്മൾ ഉപദ്രവിച്ചതെന്ന് എഴുതി. 3-ാമത്തെ കോളത്തില് അതിന്റെ ബേസിക് ഇൻസ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതെങ്ങനെ ബാധിച്ചു എന്ന് എഴുതി. അതിനുശേഷം 4-ഉം 5-ഉം കോളങ്ങളിൽ എനിക്ക് എന്താണ് തെറ്റുപറ്റിയത്, 5-ാമത്തെ കോളത്തില് അതിന്റെ ഡിഫക്ട്സുകളെല്ലാം കൃത്യമായിട്ട് എഴുതി. അങ്ങനെ 4-ഉം 5-ലും എന്റെ കുറവുകളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തയ്യാറായി. അതിനാണ് അവിടെ പറയുക. അപ്പോ പുസ്തകം എപ്പോഴും ഓരോ ചാപ്റ്ററിലും ഓരോ പാരഗ്രാഫിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടർന്ന് വായിക്കാം. 2-ാമത്തെ പാരഗ്രാഫ് വായിക്കാമോ? ഇതൊരു പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ കുറവുകൾ മറ്റൊരാളുമായി ചർച്ച ചെയ്യുക എന്നുള്ളത്. ഞങ്ങളോട് തന്നെ ഈ വക കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കൽ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ ഈ കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമായ പ്രായോഗിക തലത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു സ്വയം വിലയിരുത്തൽ അപര്യാപ്തമാണെന്ന് ഞങ്ങൾ കാണുന്നു. ഞങ്ങളിൽ പലരും ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു. അങ്ങനെ ചെയ്യുന്നതിന് നല്ല കാരണങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ മറ്റൊരാളുമായി ഞങ്ങളെക്കുറിച്ച് തന്നെ ചർച്ച നടത്തുന്നത് കൂടുതൽ അനുരഞ്ജന സ്വഭാവമുള്ളവരാക്കി. പ്രധാന കാരണം താഴെ പറയുന്നതാണ്. ഈ പ്രധാന പടി വിട്ടുകളഞ്ഞാൽ ഞങ്ങൾ കുടിയിൽ നിന്ന് മോചിതരാവുകയില്ല. കാലാകാലങ്ങളിലായി പുതുതായി വരുന്ന അംഗങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ വിനയാന്വിതനായിരിക്കുന്ന ഈ അനുഭവം അവഗണിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ എളുപ്പമായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് നോക്കിയിട്ടുണ്ട്. അനിവാര്യമായ അവയെല്ലാം കുടിയിൽ ചെന്ന് ചാടി. ഞങ്ങളുടെ രോഗവിമോചന പദ്ധതിയിലെ മറ്റെല്ലാ കാര്യങ്ങളും പുലർത്തിയിട്ടും എന്തുകൊണ്ട് തങ്ങൾ വീണുപോയി എന്ന് അവർ അത്ഭുതപ്പെട്ടു. അവർ അവരുടെ തന്നെ വീട് വൃത്തിയാക്കൽ, മനസ്സ് ശുദ്ധമാക്കൽ ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു.
അവർ സ്വയം പരിശോധന നല്ലവണ്ണം നടത്തി. പക്ഷേ എന്തോ ചില മോശം ധാരണകൾക്ക് മീതെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചു നിന്നു. ഞങ്ങൾ തങ്ങളുടെ തന്നെ താനെന്ന സ്വഭാവവും ഭയവും മാറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ അവർ കരുതി. അവർ സ്വയം വിനീതരായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ കരുതിയത്. പക്ഷേ മറ്റൊരാളോട് തങ്ങളുടെ കഥ പറയാൻ തയ്യാറാകുന്നതുവരെ ഞങ്ങൾ കരുതുന്ന തരത്തിലുള്ള മതിയായ വിനയമോ നിർഭയത്വമോ സത്യസന്ധതയോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളോട് പറയാണ് ദിസ് റിക്വയർസ് ആക്ഷൻ ഓൺ അവർ പാർട്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ് നമ്മുടെ ഭാഗത്തു നിന്ന് ചില പ്രവൃത്തികൾ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിൽ ഡബ്ല്യു ആദ്യത്തെ വരിയിൽ തന്നെ പറയാം ദിസ് ഈസ് പെർഹാപ്സ് ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊരു പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഇതൊക്കെ പറഞ്ഞേക്കണ എവിടെയാണ്? 5-ാം അധ്യായത്തില് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ശങ്കിച്ചു, കുറെ കൂടി മൃദുവും എളുപ്പമുള്ള മാർഗം കണ്ടെത്താമെന്ന് ഞങ്ങൾ കരുതി. നമ്മളുടെ അധീനതയിലുള്ള മുഴുവൻ ആത്മാർത്ഥനും കൂടി തുടക്കം മുതൽ തന്നെ ദൃഢമനസ്കരും ഭയരഹിതമായിരിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ചിലർ ഞങ്ങളുടെ പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. ആത്യന്തികമായി ഞങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാകുന്ന ഒരു ഫലം നാസ്തിയായിരുന്നു. അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികളൊന്നും നേടിത്തന്നില്ല. ഞങ്ങൾ വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. പിന്നെ വേറെന്താ വാക്ക്? എന്തൊരു രീതി! ഇതുമായി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടാകില്ല എന്ന് ഞങ്ങളിൽ പലരും ആശങ്കയോടെ അഭിപ്രായപ്പെട്ടു. പക്ഷേ നിരുത്സാഹപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങള് പറഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ ശങ്കിച്ചു നിന്നു, അർദ്ധ മനസ്സോടെ ഒന്നും നേടിത്തന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ബിൽ ഡബ്ല്യു മറ്റൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇതൊരു പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദിസ് ഈസ് പെർഹാപ്സ് ഡിഫിക്കൽട്ട് എസ്പെഷ്യലി ഡിസ്കസിങ് അവർ ഡിഫക്ട്സ് വിത്ത് അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയോട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. വലിയ ഒരു പ്രവൃത്തി ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം വി തിങ്ക് വി ഹാവ് ഡൺ വെൽ എനഫ് ഇൻ അഡ്മിറ്റിംഗ് ദിസ് തിങ്സ് ടു അവർ സെൽസ്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ എയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞാൻ സ്വയം കണ്ടെത്തിയില്ലേ? ഞാൻ എല്ലാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ലേ? അതുപോരെ. അപ്പൊ അടുത്ത വരിയിൽ പറയാണ് there is doubt about that. അതായത് പ്രത്യേകിച്ചും ഞങ്ങളുടെ കുറവുകൾ മറ്റൊരാൾ ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞങ്ങളോട് തന്നെ ഈ വക കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. കരുതുക മാത്രമാണ്. പക്ഷേ ഈ കാര്യത്തിൽ സംശയം ഉണ്ടെന്നാണ് പറയാ. there is doubt about that. ഡൗട്ട് എന്ന് പറഞ്ഞാല് സംശയം മാത്രമല്ല, ഒരു അവിശ്വാസം വരാൻ സാധ്യതയുണ്ട്, ഒരു ചാഞ്ചല്യം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം വരാൻ സാധ്യതയുണ്ട്. മറ്റൊരാൾ അതായത് സ്വയം എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഇൻ ആക്ച്വൽ പ്രാക്ടീസ്, ശരിയായ വിധത്തിൽ പറഞ്ഞാല് എന്നാൽ യഥാർത്ഥമായ പ്രായോഗിക തലത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു സ്വയം വിലയിരുത്തൽ അപര്യാപ്തമാണ് എന്ന് ഞങ്ങൾ കാണുന്നു. നമ്മളോട് പറയാണ്, പഴമക്കാരായിട്ടുള്ള നമ്മുടെ എ അംഗങ്ങൾ പറയാണ്, ഇൻ ആക്ച്വൽ പ്രാക്ടീസ്, ശരിയായ പ്രായോഗിക തലത്തിൽ വി യൂഷ്വലി ഫൈൻഡ് എ സോളിറ്ററി സെൽഫ് അപ്രൈസൽ ഇൻസഫിഷ്യന്റ്. ഒറ്റപ്പെട്ട സ്വയം വിലയിരുത്തുന്ന, അവനവൻ തന്നെ വിലയിരുത്തുന്നത് അപര്യാപ്തമാണ് എന്ന് നമ്മൾ കാണുന്നു. മെനി ഓഫ് us തോട്ട് ഇറ്റ് നെസസറി ടു ഗോ മച്ച് ഫർദർ. നമ്മളിൽ പലരും ഇച്ചിരിയും കൂടി കടന്നു പോകാമെന്ന് തീരുമാനിക്കുന്നു. വിൽ ബി മോർ റീകൺസോൾഡ് ടു ഡിസ്കസിങ് അവർ സെൽഫ് വിത്ത് അനദർ വെൻ വി സീ ഗുഡ് റീസൺസ് വൈ വി ഷുഡ് ഡു സോ. എന്നാൽ യഥാർത്ഥമായ പ്രായോഗിക നിലത്തിൽ ഒറ്റയ്ക്കുള്ള ഒരു സ്വയം വിലയിരുത്തൽ അപര്യാപ്തമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളിൽ പലരും ഇനിയും കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്ന് കണ്ടെന്നു. അങ്ങനെ ചെയ്യുന്നതിന് നല്ല കാരണങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ മറ്റൊരാളുമായി ഞങ്ങളെക്കുറിച്ച് തന്നെ ചർച്ച നടത്തുന്നത് കൂടുതൽ അനുരഞ്ജന സ്വഭാവമുള്ളവരാക്കി. അപ്പോ വി വിൽ ബി മോർ റീകൺസീൽഡ്, അനുരഞ്ജനപ്പെടുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്ന, ടു ഡിസ്കസിങ് അവർ സെൽസ് വിത്ത് അനദർ പേഴ്സൺ, മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് അനുരഞ്ജനപ്പെടാൻ പൊരുത്തപ്പെടാന്നൊക്കെ നമ്മൾ തീരുമാനിക്കാം. വെൻ വി ആർ സോ ഗുഡ് റീസൺ വൈ വി ഷുഡ് ഡു സോ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ദ ബെസ്റ്റ് റീസൺ ഫസ്റ്റ്, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് നമ്മളോട് പറയുന്നത്? ദ ബെസ്റ്റ് റീസൺ ഫസ്റ്റ്. അനേകം കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്, സിക്സ്ത് ഉണ്ട്, സെവൻത്ത് ഉണ്ട്, 100 ഓഫ് റീസൺസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ കാര്യമാണ് പറയാ, എന്താണ്? ഇഫ് വി സ്കിപ്പ് ദിസ് വൈറ്റൽ സ്റ്റെപ്പ് വി മേ നോട്ട് ഓവർകം ഡ്രിങ്കിങ്. അതായത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് നല്ല കാരണങ്ങളുണ്ട് എന്ന് തോന്നുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഈ പ്രധാന പടി വിട്ടു കളഞ്ഞാൽ ഞങ്ങൾ കുടിയിൽ നിന്ന് മോചിതരാവുകയില്ല. എന്താണ് സ്കിപ്പ്? തള്ളിക്കളയുക, കൈവിടുക, മാറ്റിവെക്കുക, നിരക്കി നിൽക്കുക എന്നൊക്കെയാണ് സ്കിപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അങ്ങനെ ഈ അനുരഞ്ജനപ്പെടാതെ അല്ലെങ്കിൽ മറ്റൊരാളോടുമായിട്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാതെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് പറ്റും? വി മേ നോട്ട് ഓവർകം
ഡ്രിങ്കിങ്. നമുക്ക് കുടിയിൽ നിന്ന് മോചനം കിട്ടാൻ സാധിക്കുകയില്ല എന്നാണ് പറയുക. അതാണ് ആദ്യത്തെ കാരണം. ഒരു കാരണങ്ങളും ഇനി വിവരിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് കാരണം ഇതാണ്. കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം പുറകെ വന്നോളും. അപ്പൊ അടുത്ത കാരണങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ദ ബെസ്റ്റ് റീസൺ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ കാര്യമായിട്ട് അവരത് പറയാണ്. ടൈം ആഫ്റ്റർ ടൈം ന്യൂ കമേഴ്സ് ഹാവ് ട്രൈ ടു കീപ് ടു ദംസെൽസ് സർട്ടൻ ഫാക്ട്സ് അബൌട്ട് ദെയർ ലൈഫ്സ്. അപ്പം ടൈം ആഫ്റ്റർ ടൈം കാലങ്ങൾ കഴിയും തോറും ന്യൂ കമേഴ്സ് പുതിയ ആളുകൾ ഹാവ് ട്രൈ ടു കീപ് ടു ദംസെൽസ് സർട്ടൻ ഫാക്ട്സ് അബൌട്ട് ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിലെ കാലാകാലങ്ങളായി പുതിയതായി വരുന്ന അംഗങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ന്യൂ കമേഴ്സ് മാത്രമാണോ? ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വർഷങ്ങളായിട്ട് പടി ചെയ്യാതെ വീണ്ടും പടി ചെയ്യാൻ ശ്രമിക്കുന്ന ആളെയാണ് ബിഗിനർ എന്ന് കൂടി വിളിക്കാം. ന്യൂ കമേഴ്സ് മാത്രമല്ല, ബിഗിനേഴ്സും ചില ആശയങ്ങളൊക്കെ തന്റെ മനസ്സിന്റെ ഉള്ളിൽ വെക്കാം, ആരോടും പറയേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. ഇപ്പം ട്രൈങ് ടു ടൈം ആഫ്റ്റർ ടൈം കാലങ്ങൾ കഴിയും തോറും ന്യൂ കമേഴ്സും ബിഗിനേഴ്സും അവിടെ പറഞ്ഞിട്ടില്ല, ഞാനൊന്ന് കൂട്ടിച്ചേർത്താണ്. ഹാവ് ട്രൈ ടു കീപ് ടു ദംസെൽസ് സർട്ടൻ ഫാക്ട്സ് അബൌട്ട് ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിലെ പല രഹസ്യങ്ങളും സൂക്ഷിച്ചു വെക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ട്രൈങ് ടു അവോയ്ഡ് ദിസ് ഹംബ്ലിംഗ് എക്സ്പീരിയൻസ് ദേ ഹാവ് ടേൺഡ് ടു ഈസിയർ മെത്തേഡ്. നമ്മൾ ആദ്യം കണ്ടു അധ്യായം 5 രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ്? കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. വീണ്ടും അദ്ദേഹം പറയാണ്, ട്രൈങ് ടു അവോയ്ഡ് ദിസ് ഹംബ്ലിംഗ് എക്സ്പീരിയൻസ്. ഈ വലിയ ഈ കൂടുതൽ വിനയനാകുന്ന ഈ അനുഭവം അവഗണിക്കുന്നതിന് വേണ്ടി അവർ കൂടുതൽ എളുപ്പമായ മാർഗങ്ങൾ തിരഞ്ഞെടുത്തു നോക്കിയിട്ടുണ്ട്. കൂടുതൽ എളുപ്പമുള്ള മാർഗങ്ങൾ, ഈ ഹംബ്ലിംഗ് എക്സ്പീരിയൻസ്, വളരെ വിനയാന്വിതമായിട്ടുള്ള ഈ എക്സ്പീരിയൻസ്, ഈ അനുഭവത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കൂടുതൽ ഈസിയർ മെത്തേഡിലേക്ക് പോകുന്നു. അപ്പം സോറി, ഒരു കോള് വന്നേ, വൈഫ് വിളിച്ചതാ. അപ്പം ടൈം ആഫ്റ്റർ ടൈം ന്യൂ കമേഴ്സ് ഹാവ് ട്രൈ ടു കീപ് ടു ദംസെൽസ് ട്രൈങ് ടു അവോയ്ഡ് ദിസ് ഹംബ്ലിംഗ് എക്സ്പീരിയൻസ്. അതായത് ഈ വിനയാന്വിതമായിട്ടുള്ള ഈ അനുഭവങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് ദേ ഹാവ് ടേൺ ടു ഈസിയർ മെത്തേഡ്, മറ്റൊരു എളുപ്പമുള്ള മാർഗത്തിലേക്ക് അവർ കടന്നു. നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, വളരെ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ്, മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രകരമായിട്ട്. കാരണം വൈറ്റൽ സ്റ്റെപ്പ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, 4-ാം പടി കഴിഞ്ഞതിന് ശേഷം 5-ാം പടിയിൽ ഈ വൈറ്റൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് വൈറ്റൽസ് നമ്മൾ എടുക്കാറുണ്ട്, നഴ്സുമാർ എടുക്കാറുണ്ട് വൈറ്റൽസ്. എന്താണ്? BP, പൾസ്, മറ്റുള്ള ഓക്സിജൻ സാച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്ന എന്തുകൊണ്ടാണ്? ജീവൻ നിലനിർത്തുന്നിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെയും അവിടെ വൈറ്റൽ സ്റ്റെപ്പ് എന്ന്, ഇഫ് യു സ്കിപ്പ് ദിസ് വൈറ്റൽ സ്റ്റെപ്പ്, ഈ വളരെ മർമ്മപ്രധാനമായ ജീവകേന്ദ്രമായ പ്രാണരക്ഷയ്ക്കുള്ള വിധി നിർണയിക്കുന്ന ഈ സ്റ്റെപ്പ് വിട്ടുകളഞ്ഞ വീണ്ടും കുടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, ഇപ്പോഴുള്ള പല പുതുമക്കാരും ഈ സ്റ്റെപ്പ് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ബിഗിനേഴ്സും, വർഷങ്ങളായി AIയിൽ സഞ്ചരിക്കുന്ന ബിഗിനേഴ്സും, സ്റ്റെപ്പ് തുടങ്ങാത്ത ആളുകള് തുടങ്ങുന്നതിനാണ് ബിഗിനേഴ്സ് എന്ന് പറയുന്നത്. അവരും ഈ പറയുന്ന ഒരു എക്സ്പീരിയൻസിലേക്ക് വരാറുണ്ട്. വളരെ എളുപ്പമുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇൻവേരിയബിളി ദേ ഗോട്ട് ഡ്രിങ്ക്. അപ്പൊ എന്താണ് സംഭവിച്ചത്? അനിവാര്യമായി അവരെല്ലാം കുടിയിൽ ചെന്ന് ചാടി. ഈ വലിയ ജീവദായകമായിട്ടുള്ള, ജീവൻ നിലനിർത്തേണ്ട, മർമ്മപ്രധാനമായിട്ടുള്ള, നിർണായകമായ സ്റ്റെപ്പ് കളഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു? അവര് വീണ്ടും കുടിയിലേക്ക് പോയി. they got drunk having preserved with the rest of the program. അപ്പം ഞങ്ങളുടെ രോഗവിമോചന പദ്ധതിയിലെ മറ്റെല്ലാ കാര്യങ്ങളും പുലർത്തിയിട്ടും എന്തുകൊണ്ട് തങ്ങൾ വീണുപോയി എന്ന് അവർ അത്ഭുതപ്പെട്ടു. അതായത് they wanted having preserved with the rest of the program. they wanted, അവർ അത്ഭുതപ്പെട്ടു. why they fell, എന്തുകൊണ്ടാണ് ഞാൻ കുടിയിലേക്ക് വീണുപോയത്? we think the reason is that they never completed their house cleaning. ഞങ്ങൾ വിചാരിക്കുന്നത് അവർ അവരുടെ ഹൗസ് ക്ലീനിങ് അല്ലെങ്കിൽ മനസ്സ് ശുദ്ധമാക്കൽ ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. അവർ സ്വയം പരിശോധന നല്ലവണ്ണം നടത്തി. ഓക്കെ, അതായത് they only thought they had lost, they took inventory all right. അവർ സ്വയം പരിശോധന നടത്തി, but hang on to some of the waste item in stock.
അവര് സ്വയം പരിശോധന നന്നായിട്ട് നടത്തി. പക്ഷെ എന്തോ ചില മോശം ധാരണകൾക്ക് മീതെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചു കിടന്നു. അല്ലെങ്കിൽ മോശം പ്രവൃത്തികൾക്ക് നേരെ അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചു കിടന്നു. അപ്പൊ ഇത് പലപ്പോഴും ഈ മദ്യപാനം നിർത്തിയതിനു ശേഷം മറ്റ് ഡിഫക്ട്സുകള്, സ്മോക്കിംഗ്, ഗാംബ്ലിംഗ്, മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള കുറെ ഡിഫക്ട്സുകൾ അവര് വീണ്ടും തൂങ്ങിപ്പിടിച്ചു കിടന്നു. അവര് മദ്യപാനം നിർത്തിയാൽ മാത്രം മതി എന്ന് അവര് വിചാരിച്ചു. മറ്റുള്ളതൊക്കെ കൊണ്ടു നടക്കാമെന്ന് വിചാരിച്ചു. ദേ ടുക്ക് ഇൻവെന്ററി, ഓൾ റൈറ്റ്, അവര് ഇൻവെന്ററിക്ക് എടുത്തു. ബട്ട് ഹാങ് ഓൺ ടു സം ഓഫ് ദ വേസ്റ്റ് ഐറ്റം ഇൻ സ്റ്റോക്ക്. അവരുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റപ്പെടേണ്ട, മാറ്റിവെക്കേണ്ട പല വേസ്റ്റ് ഐറ്റങ്ങളും ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ വീണ്ടും തൂങ്ങിപ്പിടിച്ചിടുന്നു. അവർ മദ്യം മാത്രം മാറ്റിവെച്ചു. മറ്റു കാര്യങ്ങള് റിസെന്റ്മെന്റ് കൊണ്ടുനടന്നു, ഭയം കൊണ്ടുനടന്നു, സെക്സ് കൊണ്ടുനടന്നു. പിന്നീട് എല്ലാം അവർക്ക് അത് കൊണ്ടു നടക്കേണ്ടി വന്നു. ദേ ഒൺലി തോട്ട് ദേ ഹാഡ് ലോസ്റ്റ് ദെയർ ഈഗോയിസം ആൻഡ് ഫിയർ. അവർ വിചാരിച്ചത് അവരുടെ അഹങ്കാരവും ഭയവും ഒക്കെ അവർ മാറ്റിയാൽ മതി. അതായത് സ്വയം പുകഴ്ത്തി സംസാരിക്കുന്ന, ഞാന് എന്റെ എന്റെ എന്ന് എപ്പോഴും സംസാരിക്കുന്ന ആ ഒരു മനോഭാവമൊക്കെ മാറ്റിവെച്ചു. അതിനാണ് ഈഗോയിസം എന്ന് പറയുന്നത്. അത് മാറ്റിവെച്ചാൽ മതി. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം മാറ്റിവെച്ചാൽ മതി എന്ന്. ദേ ഓൺലി തോട്ട് ദേ ഹാഡ് ഹംബിൾഡ് ദംസെൽഫ്. എന്താണ് ഹംബിൾഡ് എന്ന് വെച്ചാൽ ഞാൻ വിനയമുള്ളവനാണ്, ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറുന്നവനാണ് എന്നൊക്കെ അവര് വിചാരിച്ചു. ബട്ട് ദേ ഹാഡ് നോട്ട് ലേൺഡ് ഇനഫ് ഓഫ് ഹ്യൂമിലിറ്റി. പക്ഷേ അവര് ഹംബിൾഡ് ആയിരുന്നു, വിനയത്തിലൊക്കെ പെരുമാറിയത്, അല്ലെങ്കിൽ സ്വയം ഒരു എളിമയുള്ളവനാന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷേ അവര് ഹ്യൂമിലിറ്റി, ശാലീനമായിട്ടുള്ള ഒരു വിനയത്തിലേക്ക് അവർക്ക് കടന്നു വരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ദേ ഓൺലി തോട്ട് ദേ ഹാഡ് ഹംബിൾഡ് ബട്ട് ദേ ഹാഡ് നോട്ട് ലേൺഡ് ഇനഫ് ഓഫ് ഹ്യൂമിലിറ്റി, ഫിയർലെസ്നെസ് ആൻഡ് ഹോണസ്റ്റി. വീണ്ടും ഇവിടെ പറയാണ്, ഫിയർലെസ്നെസ് ആൻഡ് ഹോണസ്റ്റി. നമ്മളെപ്പോഴും ബിഗ് ബുക്കിൽ കാണുന്ന ഒരു വാക്കുണ്ട്, തറോ ആൻഡ് ഹോണസ്റ്റി, ഫിയർലെസ്നെസ് ആൻഡ് ഹോണസ്റ്റി. സത്യസന്ധമായിട്ടും വളരെ തറോ ആയിട്ടും, ഈ ഭയം കൂടാതെയും സത്യസന്ധമായിട്ടും. ഇൻ ദിസ് സെൻസ് വി ഫൈൻഡ് ഇറ്റ് നെസസറി. നെസസറി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. മസ്റ്റിന് പകരമുള്ള മറ്റൊരു വാക്കാണ് നെസസറി. നമ്മള് ബുക്കിൽ മസ്റ്റ് ഇല്ലെന്ന് പറയും. മസ്റ്റ് എന്നുള്ള വാക്ക് 140 തവണയാണ് ബിഗ് ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ വാക്ക് ഇപ്പൊ ലൈനിലൂടെ കടന്നു പോകുമ്പോഴും ഞാനിവിടെ പറയുന്നുണ്ട്, നമുക്ക് അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയും. പക്ഷെ ഈ നെസസറി എന്ന വാക്ക് മസ്റ്റിന് പകരം അവർ ഉപയോഗിക്കുന്നതാണ്. അൻറ്റിൽ ദേ ടോൾഡ് സമ്മൺ എൽസ് ഓൾ ദെയർ ലൈഫ് സ്റ്റോറി. എന്താണ് ഈ ലൈഫ് സ്റ്റോറി? ഒരാൾ ജനിച്ചത് മുതൽ അന്ന് എയിൽ വരുന്നതിന് വരെയുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ പറയുക എന്നുള്ളതല്ല. നമ്മൾ 4-ാം പടിയിൽ കണ്ട കോളം ബേസില് 4-ാമത്തെ 5-ാമത്തെ കോളത്തിനും ആധാരമായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ആരെങ്കിലും നീരസമുണ്ടായിരുന്ന, ഭയമുണ്ടായിരുന്ന, ലൈംഗിക അതിക്രമങ്ങൾ കാണിച്ച കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. ബെറ്റർ ലൈഫ് സ്റ്റോറി മുഴുവൻ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 4-ാമത്തെ 5-ാമത്തെ കോളവും വിവരിക്കുകയും 1-ാമത്തെ കോളത്തിലെ ആളുകളോട് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ പറയുകയൊക്കെ ചെയ്യാണ്. അപ്പം ഇറ്റ് ഈസ് നെസസറി, ഇത് മസ്റ്റ് ആണ്. ആൻഡിൽ ദേ ടോൾഡ് സമ്മൺ എൽസ് ഓൾ ഓഫ് ദെയർ ലൈഫ് സ്റ്റോറി. അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയുന്നത് വളരെ നല്ലതാണ്. അവർ സ്വയം വിനീതരായിട്ടാണ് അവർ കരുതുന്നത്. പക്ഷേ മറ്റുള്ളവർ തങ്ങളുടെ കഥ പറയാൻ തയ്യാറാകുന്നവരെ ഞങ്ങൾ കരുതുന്ന തരത്തിലുള്ള മതിയായ വിനയമോ നിർഭയത്വമോ സത്യസന്ധതയോ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മലയാളത്തിലെ എന്റെ തർജ്ജിമ വന്നേക്കണേ. ഓക്കെ, അടുത്ത മറ്റുള്ള പലരേക്കാൾ കൂടുതലായി ഒരു അമിത മദ്യാസക്തന് ഇരട്ട ജീവിതം നയിക്കുന്നു. പുറം ലോകത്തിന് അയാൾ തന്റെ നാടക സ്വഭാവം കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ സഹജീവികളെ കാണിക്കുവാൻ അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണിത്. കുറെയൊക്കെ മാന്യത അനുഭവിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ താനത് അറിയിക്കുന്നില്ലെന്ന് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്കറിയാം. ഒരു ആൽക്കഹോളിക്കിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം അവിടെ കൊടുക്കുകയാണ്. മോർ ദാൻ മോസ്റ്റ് പീപ്പിൾ, ലോകത്തുള്ള മറ്റുള്ള എല്ലാവരെക്കാളും ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് ഡബിൾ ലൈഫ് കാണിക്കും. അവൻ നമ്മളിപ്പോ ഇത് വായിച്ചു 3-ാം പടിയൊക്കെ വായിക്കുമ്പോൾ നാടക നടനത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് ഭാവം നാടക നടനെ കുറിച്ചും സ്റ്റേജിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ വീണ്ടും പറയണം, ഡബിൾ ലൈഫ്. കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഡബിൾ ലൈഫ്. കാറൊക്കെ മേടിക്കും, മുന്തിയ കാറായിരിക്കും. എല്ലാ വർഷവും ഞാൻ കാറ് മേടിക്കുമായിരുന്നു. വീടുകൾ പണിയും, 1 മുറിക്ക് പകരം 10 മുറിയൊക്കെ ഉള്ള വീടുകളൊക്കെ പണിത് കളയും. എല്ലാത്തിനും ബാത്റൂം ഒക്കെ വേണമെന്ന് പറയും. എല്ലായിടത്തും ടൈലിടും. നടക്കണോടത്തും ഇരിക്കണോടത്തും കിടക്കണോടത്തും ഒക്കെ ടൈല്. ഇങ്ങനെയുള്ള ഞാൻ എന്തോ വലിയവനാണ്, ഞാൻ വലിയ എന്തോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. പക്ഷെ ലോണായിരിക്കും മൊത്തം.
കോടിക്കണക്കിന് രൂപ ലോൺ ഉണ്ടായിരുന്നു. അവ എടുത്തിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഹീസ് എ വെരി മച്ച് ദ ആക്ടർ. അവൻ ഒരു നാടക നടനാണ്. ടു ദ ഔട്ടർ വേൾഡ് ഹി പ്രസന്റ്സ് ഹിസ് സ്റ്റേജ് ക്യാരക്ടർ. അപ്പൊ നാടക നടൻ എപ്പോഴാണ്? നാടക നടൻ എപ്പോഴും നാടകത്തിലെ അവന്റെ നടന്റെ സ്വഭാവം. ഇപ്പൊ ഞാനൊക്കെ നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലേക്ക്. അപ്പൊ നാടകം നടൻ അവൻ അവിടെ വേദിയിൽ എപ്പോഴും നാടക നടന്റെ ആ ഒരു ക്യാരക്ടറാണ് കാണിക്കുക. ദിസ് ഈസ് ദ വൺ ഹി ലൈക്സ് ഹി ഫെലോസ് ടു സീ. മറ്റുള്ളവര് അത് കാണാനാണ് ആഗ്രഹിക്കുക. എന്റെ ഈ നാടക സ്വഭാവം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹി വാണ്ട് ടു എൻജോയ് സർട്ടൻ റെപ്യൂട്ടേഷൻ. മറ്റുള്ളവരിൽ നിന്ന് ചില ബഹുമാനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ട്. ബട്ട് നോസ് ഇൻ ഹേർട്ട് ഹി ഡസൻ ടു ഡിസേർവ് ഇറ്റ്. അവനത് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവന് യോഗ്യത ഇല്ലെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന എന്താണ്? ഈ നാടക നടനെ എല്ലാവരും ഇഷ്ടപ്പെടണം. അയ്യോ ഷിബു ഏറ്റവും ബെറ്റർ പേഴ്സൺ ആണ്, അവൻ ഏറ്റവും നല്ലവനാണ്, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇത് കേൾക്കുക, ഇത് കേട്ട് സൂഹിക്കുക എന്നുള്ള ഒരു ഡബിൾ ലൈഫാണ് ഞാൻ എപ്പോഴും നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ബാക്കി വായിക്കാവോ കോമൽ പ്ലീസ്? ഈ പരസ്പര വൈരുദ്ധ്യം കൂടുതൽ കുടിച്ചു കൂത്താടുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങളിലൂടെ കൂടുതൽ വഷളാവുന്നു. ബോധം തെളിയുമ്പോൾ അവ്യക്തതയോർക്കുന്ന ചില സംഭവങ്ങൾ അയാളെ പരിഭ്രാന്തനാക്കുന്നു. ഈ ഓർമ്മകൾ ഒരു ഭീകരമായ അനുഭവമാണ്. തന്നെ ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടാവും എന്ന ചിന്ത തന്നെ അയാളെ ഭയചിത്തനാക്കുന്നു. കഴിയുന്നിടത്തോളം ഈ ഓർമ്മകളെ അയാൾ സ്വന്തം അന്തരംഗങ്ങളിലേക്ക് തള്ളി അമർത്തുന്നു. ഒരിക്കലും ഇനി അവ പകൽ വെളിച്ചം കാണുകയില്ലെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു. സ്ഥിരമായ ഭയത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെയും പിടിയിൽ അയാൾ പെട്ടുപ്പെടുന്നു. അതാകട്ടെ കൂടുതൽ കുടിയിലേക്ക് അയാളെ എത്തിക്കുന്നു. ഓക്കെ. അതായത് ഈ പരസ്പര വൈരുദ്ധ്യം കൂടുതൽ കുടിച്ചു കൂട്ടാടുമ്പോഴുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വഷളാകുന്നു. എന്താണ് പരസ്പര വൈരുദ്ധ്യം? പണമില്ലാതിരുന്ന ഞാൻ മറ്റുള്ളവരെ കാണിക്കുന്നതിനായി മുന്തിയ വീട് പണിതു. പണം യഥാർത്ഥത്തിൽ എനിക്ക് ഇല്ലെങ്കിലും ഞാൻ ലോൺ കിട്ടുമെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ മുന്തിയ കാറുകൾ എല്ലാ വർഷവും എടുത്തു. കൈകളിലെല്ലാം ഭയങ്കര സ്വർണവും ഭയങ്കര മോതിരവും ഭയങ്കര ചെയിനും അങ്ങനെയൊക്കെ ആയിട്ട് നടന്നു. അപ്പോ ഞാൻ മറ്റുള്ളവരെ കാണിക്കാനായി ജീവിച്ചു. അപ്പൊ ഇവിടെ ഒരു അസ്ഥിരതയുണ്ട് അല്ലെ? എന്റെ സ്ഥലവും വീടും ഒക്കെ കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ പണം എടുത്തേക്കുന്നത്. ഒരു അനിശ്ചിതത്വം ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കടം മേടിച്ചിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവരെ കാണിക്കാനാണ് ഞാൻ ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ദ ഇൻകൺസിസ്റ്റൻസി, ഒരു അനിശ്ചിതത്വം ഈസ് മെയ്ഡ് വേഴ്സ് ബൈ ദ തിങ്സ് ഹി ഡസ് ഓൺ ഹിസ് പ്രീ. മദ്യപാന ജീവിതത്തില് അല്ലെങ്കിൽ സ്പ്രീ എന്ന് പറഞ്ഞാൽ എന്നാണ്? മദ്യപാനാഘോഷം അല്ലെങ്കിൽ മതിച്ചുല്ലസിക്കുന്നതാണ് സ്പ്രീസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സ്പ്രീ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആഘോഷങ്ങളിൽ, മദ്യത്തിന്റെ ഈ മതിച്ചുല്ലസിക്കലുകളിൽ നമ്മൾ ഈ അനിശ്ചിതത്വത്തിന് അല്ലെങ്കിൽ ഒരു അസ്ഥിരതയിലേക്ക് കടന്നു പോവുക. കാരണം ഇത് പരസ്പര വൈരുദ്ധ്യമാണ്. എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ, പണം ബേസ് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഓക്കെ. ഇത് പക്ഷെ അങ്ങനെയല്ല. പണം ഇല്ല, ഇല്ലാത്ത പണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇരട്ട ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ പറയാണ് ഈ പരസ്പര വൈരുദ്ധ്യം കൂടുതൽ കുടിച്ചു കൂത്താടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിലൂടെ കൂടുതൽ കുടിച്ചു കൂത്താടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിലൂടെ കൂടുതൽ വഷളാവുന്നു. പണയം വെക്കുന്നു, മറ്റുള്ളവരോട് കടം മേടിക്കുന്നു, ഭാര്യയുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അമ്മയോടോ അമ്മായിയമ്മയോടോ നാട്ടുകാരോടൊക്കെ കടം മേടിക്കുന്നു. ബോധം തെളിയുമ്പോൾ അവ്യക്തമായി ഓർക്കുന്ന ചില സംഭവങ്ങൾ അയാളെ പരിഭ്രാന്തനാക്കുന്നുണ്ട്. ഈ ഇരട്ട വ്യക്തിത്വമൊക്കെ ഉള്ളപ്പോ ഈ ബോധം തെളിയുമ്പോൾ ചില കാര്യങ്ങൾ അയാൾ ഓർക്കുന്നുണ്ട്. തലേ ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ അവിടെ എന്റെ വൈഫിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ചില പ്രോമിസുകൾ ഞാൻ കൊടുത്തിരുന്നു, ചില വാഗ്ദാനങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്തിരുന്നു. ഇതൊന്നും നടക്കാൻ പറ്റില്ല. ഈ ഓർമ്മകൾ ഒരു ഭീകരമായ അനുഭവമാണ്. സത്യത്തില് രാവിലെ എണീറ്റ് കഴിയുമ്പോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്, ഭീകരമായിട്ടൊരു അനുഭവമാണ്. ഞാൻ അവിടെ പോയി, എങ്ങനെയാണ് വണ്ടി ഓടിച്ചത്, എങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തിയത്, എങ്ങനെയാണ് ഞാൻ ട്രാഫിക്കിന്റെ സിഗ്നലുകൾ കടന്നുപോയത്, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറിയത്. ചിലരൊക്കെ ഇടിയുണ്ടാക്കിയിട്ടുണ്ടാവും, ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചില ചോരപ്പാടുകൾ ഷർട്ടിൽ കാണും, ചിലപ്പോ കൈനഖത്തിന്റെ അടുത്ത് തൊലിപ്പാടുകൾ കാണും. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു ഭീകരമായ ഒരു അവസ്ഥ, ഒരു അനുഭവമാണ്. അനുഭവിച്ചിട്ടുള്ള നമ്മൾക്കോർക്കും ആ ചിത്രം അറിയാവുന്നതാണ്. തന്നെ ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന ചിന്ത തന്നെ അയാളെ ഭയചിതനാകുന്നു. അപ്പൊ ഈ ഡബിൾ ലൈഫ് നയിക്കുകയാണ്. അപ്പൊ എന്റെ യഥാർത്ഥത്തിലുള്ള എന്റെ പണത്തിന്റെ ആസ്തി, അല്ലെങ്കിൽ എന്റെ യഥാർത്ഥത്തിലുള്ള എന്റെ വരുമാനത്തിന്റെ ഗതി, അല്ലെങ്കിൽ ഇപ്പൊ മാനേജർമാരോടൊക്കെ ഒരു ഫെഡറൽ ബാങ്കിലൊക്കെ അന്നൊക്കെ മാനേജർമാരോടൊക്കെ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അവരൊക്കെ എന്റെ യഥാർത്ഥ സ്ഥിതി അറിയുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. എന്റെ വീട്ടില് യഥാർത്ഥ സ്ഥിതി അറിയുമോ എന്നുള്ള ഭയമൊക്കെ എനിക്കുണ്ട്. പക്ഷെ
ആ, കഴിയുന്നിടത്തോളം ഈ ഓർമ്മകൾ അയാൾ സ്വയം അന്തരംഗത്തിലേക്ക് തള്ളിയമർത്തുന്നു. അപ്പൊ എന്താ ചെയ്യാ? ഹി trembled to think someone might have observed him. എന്നെ തന്നെ ആരെങ്കിലും നോക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. As fast as he can, he pushes these memories far inside himself. വളരെ സ്പീഡിൽ, വളരെ വേഗത്തിൽ ഈ ഓർമ്മകളെ തന്നെ തന്റെ ഉള്ളിലേക്ക് മറച്ചു വെക്കുന്നു. ഹി ഹോപ്സ് ദേ വിൽ നെവർ സീ ദ ലൈറ്റ് ഓഫ് ഡേ. അത്തരം ഓർമ്മകൾ മറ്റുള്ളവരെ ഒരിക്കലും വെളിച്ചം കാണാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഞാൻ തുറന്നു വെക്കാൻ കഴിയാത്ത ഇത്തരം കാര്യങ്ങളെ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഒളിച്ചു വെക്കുന്നു. ഹീസ് അണ്ടർ കോൺസ്റ്റന്റ് ഫിയർ ആൻഡ് ടെൻഷൻ. എന്താണ് സംഭവിക്കുക? സ്ഥിരമായിട്ടുള്ള ടെൻഷൻ, സ്ഥിരമായിട്ടുള്ള ഒരു ഭയം എന്നെ പിന്തുടരും. ദാറ്റ് മേക്സ് ഫോർ മോർ ഡ്രിങ്കിങ്. അതെന്താണ് നമ്മളെ നയിക്കുക? കൂടുതൽ കുടിച്ചു കൂത്താടിലേക്ക് അയാളെ നയിക്കുന്നു. സ്ഥിരമായ ഭയത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെ പിടിയിൽ അയാൾ പെടുന്നു. അതാകട്ടെ കൂടുതൽ കുടിയിലേക്ക് അയാളെ എത്തിക്കുന്നു. ഇത്തരം ഡബിൾ ലൈഫ് നയിക്കുമ്പോ, ഇരട്ട ജീവിതം നയിക്കുമ്പോ ഉണ്ടാവുന്ന ഗിഫ്റ്റ് എന്താണ്? ഞാൻ വീണ്ടും കുടിക്കുന്നു. ഇത് മറച്ചു വെക്കാൻ വേണ്ടി, മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി കുടിക്കുന്നു. കുടിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഒച്ചയെടുക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അപ്പൊ അവര് ചോദിക്കേണ്ട വൈഫോ അമ്മയോ അമ്മായിയമ്മയോ എന്റെ അളിയന്മാരോ അവരൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നു, എന്റെ മുമ്പിൽ വരാതെയാകുന്നു. അപ്പൊ ഞാൻ എന്താകട്ടെ കൂടുതൽ കുടിയിലേക്ക് പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓർമ്മകൾ മറ്റുള്ളവരോട് പങ്കുവെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുടിയുടെ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ ഒരു അനുഭവമായിട്ട് അവിടെ നമ്മളെ ബന്ധിപ്പിക്കുകയാണ്. അടുത്തത് എന്താണ്? അടുത്ത് വായിക്കാമോ? മനഃശാസ്ത്രജ്ഞന്മാർ ഞങ്ങളോട് യോജിക്കുവാൻ തയ്യാറുള്ളവരാണ്. പരീക്ഷണങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ഡോളർ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക് ഒരു നല്ല തുടക്കം കുറിക്കുന്നതിനുള്ള അവസരം കൊടുത്തിട്ടുള്ളതിനുള്ള ഉദാഹരണങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ വിരളമാണ്. അവരുടെ ഉപദേശങ്ങൾ പിന്തുടരുകയോ അവരോടുള്ള സത്യങ്ങൾ തുറന്നു പറയുകയോ ഞങ്ങൾ ഒരിക്കലും ചെയ്തിരുന്നില്ല. ഞങ്ങളോട് അനുകമ്പ ഉണ്ടായിരുന്ന ഈ ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലാതിരുന്ന ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരായിരുന്നില്ല. അമിത മദ്യപാനാസക്തരെക്കുറിച്ചും അവരുടെ രോഗശമനത്തിനുള്ള സാധ്യതയെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. ഓക്കെ. മനഃശാസ്ത്രജ്ഞന്മാർ ഞങ്ങളോട് യോജിക്കുവാൻ തയ്യാറുള്ളവരാണ്. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ ഡോക്ടർമാരും മദ്യാസക്തനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതെല്ലാം എഗ്രി ചെയ്യും. കാരണം അവര് ഈ ആയിരക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഇത്തരം മദ്യാസക്തരുടെ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു നോക്കണം. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ 1935-കളിലൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് മാർട്ടിമൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു അംഗമൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫോർ ആൽക്കഹോളിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൊസൈറ്റി ഉണ്ടാക്കി ഒരുപാട് പൈസ ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1955-ലാണെന്ന് തോന്നുന്നു അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ മദ്യാസക്തി ഒരു രോഗമാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവരിതൊക്കെ സംഭവിക്കും. വി നോ ബട്ട് ഫ്യൂ ഇൻസ്റ്റൻസ് വെയർ വി ഹാവ് ഗിവൺ ദിസ് ഡോക്ടേഴ്സ് എ ഫെയർ ബ്രേക്ക്. ഡോക്ടർമാർക്ക് ഒരു നല്ല തുടക്കം കൊടുക്കുന്നതിനുള്ള അവസരം കൊടുത്തിട്ടുള്ളതിനുള്ള ഉദാഹരണം ഞങ്ങളുടെ കാര്യത്തിൽ വിരളമാണ്. ഡോക്ടർമാർക്ക് ഒരു നല്ല തുടക്കം കൊടുക്കുന്നതിനുള്ള അവസരം കൊടുത്തിട്ടുള്ളതിനുള്ള ഉദാഹരണം അവരുടെ ഉപദേശങ്ങൾ പിന്തുടരുകയോ അവരോടുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല. അതായത് 22ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ ഡോക്ടർ എന്നോട് ചോദിച്ച ചോദ്യം, നീ കള്ളു കുടിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം വല്ലപ്പോഴും എന്നാണ്. എന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു അല്ല അത്. ഡെയിലി കുടിച്ചിരുന്ന, എല്ലാ ദിവസവും കുടിച്ചിരുന്ന ഞാൻ വല്ലപ്പോഴും കുടിക്കുമെന്നും ബിയർ മാത്രമേ കുടിക്കാറുള്ളൂ എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ കടുത്ത മദ്യാസക്ത രോഗി ആയിരുന്ന ഞാൻ പോലും എനിക്ക് ഡോക്ടറെ അടുത്ത് മുഴുവൻ സത്യങ്ങളും പറയില്ല. ലോകത്തുള്ള ആൽക്കഹോളിക്കുകള് ഒട്ടുമിക്കവരും അതാണ്. ഒരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ അവന്റെ ഹൃദയം തുറന്ന് എനിക്ക് ഇന്ന് പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള ചില മദ്യാസക്തിയായിട്ട് പ്രശ്നങ്ങളുണ്ട്, എന്നെ രക്ഷിക്കണം എന്ന് പറയും. അവരുടെ ഉപദേശങ്ങൾ പിന്തുടരുകയോ അവരുടെ ഉള്ള സത്യം തുറന്നു പറയുകയോ ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നാണ് പറയുക. ഞങ്ങളോട് അനുകമ്പ ഉണ്ടായിരുന്ന ആളുകളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹമില്ലാതെ ഞങ്ങൾ ആരോടും സത്യസന്ധത പുലർത്തുന്നവരായിരുന്നില്ല. ഡോക്ടർക്ക് നമ്മളെ രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഡോക്ടർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. നീ ഒരിക്കലും കുടിക്കരുതെന്ന് എന്നോടൊക്കെ പറയുകയൊക്കെ ചെയ്താ. 3-4 വർഷം കുടിക്കാതിരുന്ന ഞാൻ വീണ്ടും കുടിയിലേക്ക് വന്നു. കാരണം എനിക്ക് അയാളോട് സത്യസന്ധത പുലർത്താനോ അയാളുടെ വാക്കുകള്, ഉപദേശങ്ങള്, കാരണം എനിക്ക് ഓപ്പോസിഷൻ ആവശ്യമില്ല. എനിക്കെല്ലാം അറിയാം. ഞാനൊരു എല്ലാം അറിയുന്ന ഒരു സർവ്വവിജ്ഞാന കോശമാണെന്നുള്ള രീതിയിലാണ് മദ്യാസക്തിയുടെ കാലത്തും ജീവിച്ചിരുന്നത്. അമിത മദ്യപാനാസക്തിയെ കുറിച്ച് അവരുടെ രോഗശമനത്തിനുള്ള സാധ്യതയെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തിൽ പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത് എന്നതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. അപ്പോ
എന്താണ് ഈ ഇപ്പൊ ഒരാള് രണ്ടും കൽപ്പിച്ച് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവനൊരു 24 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 36 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറോ വേണ്ട അങ്ങേറ്റം ഒരു 72 മണിക്കൂറോ കഴിയുമ്പോൾ പിന്നെ അവൻ അഡ്മിറ്റ് ആകുന്ന ആശുപത്രിയിലെ ചില സൗകര്യക്കുറവുകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്തപ്പോ ഡൽഹിയില് ഒരു വിനായക ഹോസ്പിറ്റലിൽ ജോലി ചെയ്തപ്പോ ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഒരു ലേഡി, അവള് നന്നായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ട്. ഒരു രാത്രി ഒരു 12 മണി 1 മണിയായി കാണും. ഇവൾ അവിടെ വരികയും അവളുടെ മുഖത്തുനിന്ന് തൊലി മുഴുവൻ പോയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ അതെന്തൊക്കെയോ ചെയ്ത് കൃത്യമായിട്ട് ഈ ഒരുപാട്, കാരണം പെൺകുട്ടികളാണ്, മുഖത്ത് പാടുകൾ വരാത്ത രീതിയിൽ അയാളൊക്കെ ചെയ്തു. പിന്നെ അമ്മമാരൊക്കെ അവര് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. എമർജൻസിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ശരിയാക്കാന്നൊക്കെ പറഞ്ഞു. അവരെന്തെങ്കിലും രീതി ചെയ്യണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ സ്ത്രീ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഐസിയുലൊക്കെ അഡ്മിറ്റ് ആയി. 3-മത്തെ ദിവസം മുതൽ ഡോക്ടറോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? തൊലി അങ്ങനെ, ആ തൊലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കൂലായിരുന്നു, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ പഠിപ്പിക്കാൻ തുടങ്ങി. അത് തന്നെയാണ് ആൽക്കഹോളിക്കുകളും. ആൽക്കഹോളിക് ആയിട്ട് ഒരാള് രക്ഷപ്പെടുത്തുന്ന ഒരാളോട്, രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന സൈക്കോളജിസ്റ്റിനോടോ സൈക്കാട്രിസ്റ്റിനോടോ ഡോക്ടറോടോ മറ്റൊരു മെമ്പറോട് പോലും ക്ലാസ് എടുക്കാൻ തുടങ്ങും. 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ആരോഗ്യം വീണ്ടുവരും. ഒറ്റക്കാലിലൊക്കെ നിന്ന് വസ്ത്രങ്ങളൊക്കെ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും അവന് പിന്നീട് ബ്ലെയിം തുടങ്ങുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അപ്പൊ അതിന്റെ ഒരു വ്യംഗ്യാർത്ഥത്തിലാണ് നമ്മ ഇവിടെ പറയാ, എല്ലാം തുറന്നു പറയാനായിട്ട് നമ്മൾ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളോട് അനുകമ്പ ഉണ്ടായിരുന്ന ഡോക്ടർമാരോട് പോലും നമ്മൾ നീതി പുലർത്തിയില്ല, സത്യസന്ധത പുലർത്തിയില്ല. ഇതെല്ലാം പറഞ്ഞു വരുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു മദ്യാസക്തന്റെ കഴിവിനെ കുറിച്ച് പറയാനായിട്ടാണ്. അടുത്ത വായിക്കാവോ അടുത്ത ഭാഗം? ഈ ലോകത്ത് സന്തോഷത്തോടെ ഈ ലോകത്ത് സന്തോഷത്തോടെ ദീർഘകാലം ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും സത്യസന്ധരായിരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെ പ്രിയങ്കരവും തികച്ചും സ്വകാര്യവുമായ പടി അനുഷ്ഠിക്കേണ്ട ആളുകളെയോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വളരെയേറെ ആലോചിക്കുന്നു. കുമ്പസാരവും മറ്റും അനുശാസിക്കുന്ന മതവിഭാഗങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അപ്രകാരം കുമ്പസാര രഹസ്യം സ്വീകരിക്കുന്നതിന് ശരിയായ വണ്ണം ചുമതലപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മതപരമായ യാതൊരു ബന്ധങ്ങളുമില്ലെങ്കിലും സുസ്ഥാപിതമായ ഒരു മതം നിയോഗിച്ചിട്ടുള്ള ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് സംസാരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിരിക്കും. അപ്രകാരമുള്ള ഒരാൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിവുള്ള ഒരാളാണ് എന്ന് മിക്കപ്പോഴും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ചിലപ്പോഴൊക്കെ അമിത മദ്യപാനാസക്തരെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുമായും കണ്ടുമുട്ടാൻ തീർച്ചയായും ഞങ്ങൾക്ക് ഇടയാകാറുണ്ട്. കഴിഞ്ഞ പാരഗ്രാഫിന്റെ അവസാന വരി അമിത മദ്യപാനാസക്തരെ കുറിച്ചും അവരുടെ രോഗശമനത്തിലുള്ള സാധ്യതയെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള പലർക്കും തീരെ കുറഞ്ഞ അഭിപ്രായമാണുള്ളത് എന്നതിൽ ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. ഇതൊക്കെ കണ്ടും കേട്ടും അടുത്ത സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവനൊന്നും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൃത്യമായിട്ടുള്ള രോഗവിവരണം ഇവർ തരാത്തത് കൊണ്ട്. അത് കഴിഞ്ഞ ശേഷം അടുത്ത വരി, വി മസ്റ്റ് ബി എൻറ്റയർലി ഹോണസ്റ്റ് വിത്ത് സംബടി, ആരോടെങ്കിലും സത്യസന്ധമായി. ഈ ലോകത്ത് സന്തോഷത്തോടെ ദീർഘകാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും സത്യസന്ധരായിരിക്കേണ്ടതുണ്ട്. അതെന്റെ മലയാളം റൈറ്റിംഗ് കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അതായത് വി മസ്റ്റ് ബി എൻറ്റയർലി ഹോണസ്റ്റ് വിത്ത് സംബടി, നമ്മൾ ആരോടെങ്കിലും സത്യസന്ധമായിട്ടിരിക്കണം. സംബടി, നോട്ട് ഇൻ ഒരു ഗ്രൂപ്പിനോട് നമ്മൾ സത്യസന്ധമായിരിക്കണം എന്നാണോ? ഒരു ഗ്രൂപ്പിനോട് സത്യസന്ധ, ഒരു മെമ്പറോട് സത്യസന്ധമായിരിക്കണമെന്നാണോ? അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആരോടെങ്കിലും ഒരാളോട് നമ്മൾ സത്യസന്ധനായിരിക്കണം. വി മസ്റ്റ് ബി എൻറ്റയർലി ഹോണസ്റ്റ് വിത്ത് സംബഡി ഇഫ് വി എക്സ്പെക്ട് ടു ലിവ് ലോങ് ഓർ ഹാപ്പിലി ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് പൂർണ്ണമായിട്ടും സത്യസന്ധമായ ദീർഘകാലം സന്തോഷത്തോടെ ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്കത് ചെയ്യണം. റൈറ്റ്ലി ആൻഡ് നാച്ചുറലി. അതായത് സ്വാഭാവികമായും ശരിയായും ഞങ്ങളുടെ പ്രിയങ്കരവും തികച്ചും സ്വകാര്യമായ പടി അനുഷ്ഠിക്കേണ്ട ആളുകളെയോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വളരെയേറെ ആലോചിക്കുന്നു. അവിടെ പ്രത്യേകം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് സ്വാഭാവികമാണ്, ശരിയായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യണം. റൈറ്റ്ലി ആൻഡ് നാച്ചുറലി, ശരിയായ രീതിയിൽ സ്വാഭാവികമായിട്ടാണ്. വി തിങ്ക് വെൽ ബിഫോർ വി ചൂസ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ്. എന്താണ് പേഴ്സൺ?
പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാള്, ഓർ പേഴ്സൺസ്, ആളുകൾ, ഒന്നിൽ കൂടുതൽ ആളുകളെയും തിരഞ്ഞെടുക്കാം. ചില ആളുകളൊക്കെ പറയേണ്ട ഒരു സ്പോൺസർ മതി, അങ്ങനെയാണ് അങ്ങനെയാണ്. ഇപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ബുക്കിൽ എഴുതിയിരിക്കുന്നു പേഴ്സൺ ഓർ പേഴ്സൺസ്, ഒരാളോ ഒന്നിലധികം ആളുകളോ, വിത്ത് ഹും ടു ടേക്ക് ദിസ് ഇന്റിമേറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ സ്റ്റെപ്പ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. വിത്ത് ഹും, ആരാണ് ടു ടേക്ക് ദിസ് ഇന്റിമേറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ സ്റ്റെപ്പ്? ഈ ഒരു പടി എടുത്ത ഒരാള്, ഈ പടിയിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും സഞ്ചരിച്ചിട്ടുള്ള ഒരാളെ വേണം എടുക്കാൻ. റബ്ബീനെ അല്ല, മിനിസ്റ്ററെ അല്ല, പോലീസുകാരനെ അല്ല, ഡോക്ടറെ അല്ല, സൈക്കാട്രിസ്റ്റിനെ അല്ല, സൈക്കോളജിസ്റ്റിനെ അല്ല, എന്റെ വീടിന്റെ അടുത്ത് ഉള്ള ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ അല്ല, എന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനെ അല്ല, ഭാര്യയെ അല്ല, മക്കളെ അല്ല, അപ്പനെ അല്ല, അമ്മയല്ല, മറ്റ് അങ്കിൾമാരെ ഒന്നും അല്ല. ഇവിടെ പറയുന്നു, ബുക്കിൽ പറയുന്നു, നിങ്ങൾക്ക് പേഴ്സൺ ഓർ പേഴ്സൺസ്, ഒരു വ്യക്തിയെയോ ഒന്നിലധികം വ്യക്തികളെയോ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ വിത്ത് ഹും ടു ടേക്ക് ദിസ് ഇന്റിമേറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ സ്റ്റെപ്പ്, ഈ ഒരു പടിയെടുത്ത ഒരാളെ വേണം തെരഞ്ഞെടുക്കാൻ. അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അവിടെ നമുക്ക് ചോദ്യങ്ങളുടെ ആവശ്യം വരുന്നില്ല. ആ ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തർജിമയിൽ അതുണ്ടോ നോക്കട്ടെ. ഓക്കെ. ഞങ്ങളുടെ പ്രിയങ്കരും തികച്ചും ഇവിടെ അന്വേഷിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വളരെയേറെ ആലോചിക്കുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. എന്റെ ഡൗട്ടാണ്, എനിക്ക് എന്റെ കൃത്യതയല്ല, എനിക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല. ഞാൻ അങ്ങ് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഓക്കെ. ഏതായാലും നന്ദി പറയാണ്. ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ അന്നത്തെ കാലത്തെ നമ്മുടെ മെമ്പേഴ്സ് ചെയ്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ഇങ്ങനെയെങ്കിലും വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രിയങ്കരവും തികച്ചും സൗകര്യമായി പടിയനുഷ്ഠിത ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വളരെയേറെ ആലോചിക്കുന്നു. Those of us belongs to a religious denominations which require confession. അതായത് ഈ കുമ്പസാരത്തെ കുറിച്ചാണ് പറയുന്നത്. Those of us belongs to a religious denomination. അതായത് ഞാനൊക്കെ കുമ്പസാരിക എന്ന് പറഞ്ഞൊരു പ്രക്രിയയിലുള്ള ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്. വിച്ച് റിക്വയർസ് കൺഫെഷൻ മാസ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ്. അത് ഞങ്ങള് ചില കൺഫെഷനുകളൊക്കെ ഞങ്ങൾക്ക് മസ്റ്റ് ആണ്. ഓക്കെ, അത് നല്ലത് തന്നെ. വിൽ വാണ്ട് ടു ഗോ ടു ദ പ്രോപ്പർലി അപ്പോയിന്റഡ് അതോറിറ്റി. അതിന് പ്രത്യേകം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അതോറിറ്റിയുടെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ കുമ്പസാരിക്കുന്നത്. ഹൂസ് ഡ്യൂട്ടി ഈസ് ടു റിസീവ് ഇറ്റ്. അതായത് ഈ കുമ്പസാരം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മതവിഭാഗത്തിലെല്ലാം പ്രത്യേക ആളുകളുണ്ട്, അച്ഛന്മാരുണ്ട്, അവരുടെ അടുത്താണ് ഞങ്ങൾ പോവുക. അത് നല്ലത് തന്നെ. ദോ എന്നിരുന്നാൽ തന്നെയും വി ഹാവ് നോ റിലീജിയസ് കണക്ഷൻ. നമ്മൾക്ക് മതപരമായിട്ട്, എനിക്ക് മതപരമായിട്ടുള്ള യാതൊരുവിധ ബന്ധവുമില്ല. വി മെ സ്റ്റിൽ ഡു വെൽ ടു ടോക്ക് വിത്ത് സമ്മൺ ഓർഡൈൻഡ് ബൈ ആൻ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ. ഞങ്ങളിപ്പോഴും അത്തരം ആളുകളോടൊക്കെ സംസാരിക്കാറുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയനായിട്ടുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നോ റിലീജിയസ് കണക്ഷൻ, മതപരമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ല. ഒരാൾ പറയാണ് ഞാൻ കുമ്പസാരിച്ചില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ മറ്റൊരാളോട് പറയുന്നത്? ബുക്ക് പറയുന്നത് നിങ്ങൾ കുമ്പസാരമൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ആത്യന്തികമായിട്ടുള്ള 5-ാം പടി, ജീവിതത്തിനെ തിരിച്ചു കൊണ്ടുവരുന്ന, ജീവിതത്തിന് വളരെ നിർണായകമായിട്ടുള്ള, മർമ്മപ്രധാനമായിട്ടുള്ള ഒരു 5-ാം പടി എടുത്ത ഒരാളുടെ അടുത്ത് ചെയ്യുവാണെങ്കിലാണ് നല്ലത്, ഉചിതം എന്നാണ് പറയാം. Though we have no religious, we may still do will talk with someone ordained by established. We often find such a person quick to see and understand our problem. അതായത് ഈ നമ്മളുടെ ആളുകൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ പറയുന്നതിന് ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് കണ്ടുപിടിക്കുക ആൻഡ് അണ്ടർസ്റ്റാൻഡ് അവർ പ്രോബ്ലം. ഇപ്പൊ ഇത് 1939 അല്ല, 2025. 1939 പുസ്തകം എഴുതുമ്പോ ഒരു ഫോൺ കോൾ വന്നു, സോറി. 1939 പുസ്തകം എഴുതുമ്പോ അതിനകത്ത് പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഭാര്യമാരോടൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന് നമ്മുടെ മീറ്റിംഗ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളവരെ അംഗത്തെ കണ്ടെത്താൻ കഴിയും. മറ്റൊരു മറ്റൊരു ആളുകളെ അതായത് സ്പോൺസർമാരായിട്ട് സ്വീകരിക്കാൻ പറ്റിയ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുംപുറത്തുണ്ട്. നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മതി, അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ എടുത്തു വരും. അപ്പൊ മലയാളത്തിൽ അത് എങ്ങനെ പറയുന്നത്? കുമ്പസാരവും മറ്റും അനുശാസിക്കുന്ന മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അപ്രകാരം കുമ്പസാര സ്വീകരിക്കുന്നതിന് ശരിയാവണ്ണം ചുമതലപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മതപരമായ യാതൊരു ബന്ധങ്ങളും ഇല്ലെങ്കിലും സുസ്ഥാപിതമായ ഒരു മതം നിയോഗിച്ചിട്ടുള്ള ആരുടെയെങ്കിലും അടുത്ത് ചെന്ന് സംസാരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിരിക്കും. അപ്രകാരമുള്ള ഒരാൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിവുള്ള ഒരാളാണ് എന്ന് മിക്കപ്പോഴും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ അമിത മദ്യപാനാസക്തിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുമായും കണ്ടുമുട്ടാൻ തീർച്ചയായും ഞങ്ങൾക്കിടയാകാറുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? വി ഓഫൺ ഫൈൻഡ് സച്ച് എ പേഴ്സൺ ക്വിക്ക് ടു സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് അവർ പ്രോബ്ലം. നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാള്
പലപ്പോഴും കാണാം. പക്ഷെ ഓഫ് കോഴ്സ് ബട്ട് വി സംടൈംസ് എൻകൗണ്ടർ പീപ്പിൾ ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ആൽക്കഹോളിസം. എന്റെ ഒരു സുഹൃത്ത് അച്ഛനുണ്ട്, എന്തിനാണ് എല്ലാ ദിവസവും മീറ്റിങ്ങിന് പോകണമെന്നൊക്കെ ചോദിക്കുന്ന അച്ഛനുണ്ട്. അത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പം അവർക്കത് മനസ്സിലാവില്ല. ഒരു കുടിയനല്ലാത്ത ഒരാൾക്ക് കുടിയന്റെ പ്രശ്നം മനസ്സിലാവില്ല, അവന്റെ മെന്റൽ ഒബ്സഷൻ മനസ്സിലാവില്ല, അവന്റെ വൈകാരിക അവസ്ഥകൾ മനസ്സിലാവില്ല, അവന്റെ ഭയം മനസ്സിലാവില്ല, അവന്റെ സെക്ഷൽ പ്രോബ്ലം മനസ്സിലാവില്ല, അവന്റെ ക്യാരക്ടർ ഡിഫക്ട്സ് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മനസ്സിലാകുന്ന ഒരാളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അടുത്തത് വായിക്കാമോ? ഞങ്ങൾക്കതിന് പറ്റിയില്ലെങ്കിലോ അഥവാ ഞങ്ങൾ അത് ചെയ്യാൻ പറ്റാത്ത നിലയിലാണെങ്കിലോ ഞങ്ങൾ മിതഭാഷയിലും സഹൃദയനുമായ ഒരു സുഹൃത്തിന്റെ സൗഹൃദം തേടുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങളുടെ ഡോക്ടറോ മനഃശാസ്ത്രജ്ഞനോ ആയിരിക്കാം ആ മനുഷ്യൻ. അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളാകാം. പക്ഷേ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ളതോ അസന്തുഷ്ടരാക്കുന്ന രീതിയിലുള്ളതോ ആയ ഒരു കാര്യവും ഭാര്യമാരോടും മാതാപിതാക്കളോടും വെളിപ്പെടുത്തരുത്. മറ്റൊരു വ്യക്തിയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൊലി രക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല. ഞങ്ങളുടെ കഥയിലെ അത്തരം ഭാഗങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നതും എന്നാൽ അതൊട്ടും ബാധിക്കാത്തതുമായ ഒരാളോട് പറയുന്നു. നാം നമ്മളോട് കാഠിന്യമുള്ളവരായിരിക്കുകയും മറ്റുള്ളവരോട് പരിഗണനയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നതാണ് നിയമം. അപ്പോ ഇഫ് വി കനോട്ട് ഓർ വുഡ് റാദർ നോട്ട് ഡു ദിസ്, വി സെർച്ച് അവർ അക്വൈന്റൻസ് ഫോർ എ ക്ലോസ് മൗത്ത്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്. എന്താണ്? ഞങ്ങൾക്ക് ഇത് പറ്റിയില്ലെങ്കിലും അഥവാ ഞങ്ങൾ അത് ചെയ്യാൻ പറ്റാത്ത നിലയിലാണെങ്കിലും ഞങ്ങൾ മിതഭാഷി എന്നാണ്. ക്ലോസ് മൗത്ത്ഡ് എന്ന് വെച്ചാൽ പുറത്തൊക്കെ എപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന, നമുക്കറിയാം, പറഞ്ഞുകൊണ്ട് നടക്കാത്ത ഒരാള്, അല്ലെങ്കിൽ വളരെ സ്ലോവിലി വളരെ വളരെ മിതമായിട്ട് സംസാരിക്കുന്ന ആള് സഹൃദയമായ ഒരു സുഹൃത്തിന്റെ സൗഹൃദം തേടുന്നു. ഇത് ഞാൻ വീണ്ടും പറയാണ്, ഇത് 1939 എഴുതി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ക്ലോസ് മൗത്തർ ആണെങ്കിലും നമ്മൾ ഒരു പക്ഷേ നമ്മുടെ എല്ലാ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് നമുക്ക് ചിലപ്പോൾ മടി കാണിക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു എ മെമ്പറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് പറയുന്നതുകൊണ്ട് ഞാൻ അത് ഒന്നുകൂടി വായിക്കുന്നു. അപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ ഞങ്ങളുടെ ഡോക്ടറോ മനഃശാസ്ത്രജ്ഞനോ ആയിരിക്കാം. അതായത് ക്ലോസ് മൗത്ത്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്, എന്നെ മനസ്സിലാക്കുന്ന വളരെ മിതഭാഷിയായ വായൊന്നും തുറക്കാത്ത ഒരുത്തനാണ്. അവനോട് പറയാം, പെർഹാപ്സ് അവർ ഡോക്ടർ, നമ്മുടെ ഡോക്ടറോട് പറയാം, ഓർ സൈക്കോളജിസ്റ്റ്, നമ്മുടെ മനഃശാസ്ത്രജ്ഞൻ വിൽ ബി ദ പേഴ്സൺ. അങ്ങനെ ഒരാളായിരിക്കാം. ഇറ്റ് മേ ബി വൺ ഓഫ് അവർ ഓൺ ഫാമിലി, നമ്മുടെ സ്വന്തം കുടുംബത്തിന്. ബട്ട് വി കനോട്ട് ഡിസ്ക്ലോസ് എനിത്തിങ് ടു അവർ വൈഫ്സ് ഓർ അവർ പേരൻസ്. അപ്പോ കൃത്യമായിട്ട് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭാര്യയോടോ നമ്മുടെ മാതാപിതാക്കന്മാരോടോ ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യരുത്, തുറന്ന് സംസാരിക്കരുത്, ഇത്തരം കാര്യങ്ങൾ പറയരുത്. എന്താണ് സംഭവിക്കുക? ഇതൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയേക്കണയാണ്, എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എഴുതിയേക്കാണ്. ബിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ വേർപിരിയുമ്പോൾ എടുക്കാത്ത ചില കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭാര്യയെ അവിടെ അവരെ ഗ്രൂപ്പിൽ ഇതുപോലെ സ്പോൺസർമാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഭാര്യയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു രീതിയാണ്. എന്നിട്ട് അവരോട് ഭർത്താവ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പല ഡൈവോഴ്സ് കേസുകളിലേക്കും വഴിവെച്ച് ചില വഴക്കിലേക്കും വക്കാണത്തിലേക്കൊക്കെ കേസിൽ പോയി. നമ്മുടെയൊക്കെ കാര്യങ്ങള്, എന്റെയൊക്കെ കാര്യങ്ങള് വൈഫിനോട് ചേർന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു പോകാം. അതുകൊണ്ട് വൈഫിനോടോ പേരൻസിനോടോ ഇത് തീർച്ചയായിട്ടും പറയരുത് എന്ന് തന്നെയാണ് അവിടെ പറയുക. അപ്പൊ ഡോക്ടറോടും സൈക്കോളജിസ്റ്റിനോടും ചിലപ്പോൾ പറയാം, ക്ലോസ് മൗത്ത് വിച്ച് വിൽ ഹർട്ട് ദം ആൻഡ് മേക്ക് ദം അൺഹാപ്പി. അതായത് അവരെ നമ്മൾ ഹെർട്ട് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് പറയാത്തതിന്റെ കാരണം കൂടി പറയണം, റീസൺ പറയാണ്. അവരെ നമ്മൾ ഉപദ്രവിക്കും, ആൻഡ് ദം അൺഹാപ്പി, അവരെ അസന്തോഷത്തിൽ ആക്കും. വി ഹാവ് നോ റൈറ്റ് ടു സേവ് അവർ ഓൺ സ്കിൻ അറ്റ് അനദർ പേഴ്സൺസ് എക്സ്പെൻസ്. നമ്മുടെ തൊലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഹെർട്ട് ചെയ്യുകയോ അവരുടെ എക്സ്പെൻസിൽ നമ്മുടെ തൊലി വെളുപ്പിക്കരുതെന്ന്. അതൊരു ഫ്രേസ് ആണ്. അതായത് മറ്റുള്ളവരുടെ ചെലവിൽ എന്റെ തൊലി വെളുപ്പിക്കേണ്ട കാര്യമില്ല. ഹാവ് നോ റൈറ്റ് ടു സേവ് അവർ ഓൺ സ്കിൻ ടു അനദർ പേഴ്സൺസ് എക്സ്പെൻസ്. മറ്റുള്ളവരുടെ എക്സ്പെൻസിൽ നമ്മുടെ ഇത് ചെയ്യരുത്. സച്ച് പാർട്ട് ഓഫ് അവർ സ്റ്റോറി വി ടെൽ ടു സമ്മൺ ഹു വിൽ അണ്ടർസ്റ്റാൻഡ്. ആർക്കാണോ മനസ്സിലാകുന്നത്, ആരൊക്കെയാണോ എന്നെ മനസ്സിലാകുന്നത്, അയാളോട് പറയണം. യെറ്റ് ബി അൺഅഫക്റ്റഡ്. എനിക്കിവിടെ ഇംഗ്ലീഷുകാരോട് പറയാം, കാരണം അവരെന്നെ അറിയത്തില്ല, എന്റെ ഫാമിലി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വിദൂരത്തിലുള്ള ഒരാളോട് പക്ഷെ എപ്പോഴും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരാളോടായിരിക്കണം ഇത് പറയാം. കാരണം ഈ വിദൂരത്തിൽ നിന്ന് സ്പോൺസർഷിപ്പ് ചെയ്യുന്നതിനൊക്കെ നല്ലത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും നമ്മുടെ ഫാമിലിനെ അഫക്ട് ചെയ്യാത്ത ഒരാളോട് ഇത് പറയണം. കാരണം ഈ
അന്നേരം നമ്മുടെ ഇടയിൽ ഒരു എയർ മാത്രമേ ഉള്ളൂ. മറ്റൊരാളോട് പറയുമ്പോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാരിയേഴ്സ് ഇല്ല. അവിടെ ഇവൻ എന്നെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ഫ്രണ്ടിനോട് പറഞ്ഞാലോ അവൻ എന്നെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാവും എനിക്ക് പേടിയുണ്ടാവും. ഡോക്ടറോട് പറഞ്ഞാൽ ഇവനെല്ലാം മെഡിക്കൽ ഹിസ്റ്ററി കയറ്റുമെന്ന് എനിക്ക് പേടിയുണ്ടാവും. സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞാൽ ഇവനെല്ലാം എന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞതിന് ശേഷം അവൻ എന്നെ അതുപോലെ വാച്ച് ചെയ്യുന്നുള്ള പേടിയുണ്ടാവും. പക്ഷെ ഒരു അൺഅഫക്റ്റഡ് ആയിട്ടുള്ള, ഒരു ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾക്കിത് കണ്ടെത്താൻ കഴിയണം. ദ റൂൾ ഈസ്, എന്താണ് റൂള്? വി മസ്റ്റ് ബി ഹാർഡ് ഓൺ അവർ സെൽഫ്. നമ്മൾ നമ്മളോട് കാഠിന്യമുള്ളവനാകണം. ബട്ട് ഓൾവേസ് കൺസിഡറേറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ പരിഗണിക്കണം. കുടിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ്? കുടിച്ചിരുന്ന കാലഘട്ടത്തില് മറ്റുള്ളവർക്കോട് കാഠിന്യമുള്ളവനും നമ്മളോട് തന്നെ മൃദു സമീപനമുള്ളവനാണ്. എന്താണ്? എന്റെ ഭാര്യ എന്നോട് നന്നായി സംസാരിക്കണം, എന്റെ അമ്മ നന്നായിട്ട് സംസാരിക്കണം, എന്റെ കൂട്ടുകാർ നന്നായിട്ട് സംസാരിക്കണം, എന്റെ ജോലി സ്ഥലത്ത് നന്നായിട്ട് സംസാരിക്കണം. അങ്ങനെ ഞാൻ ഒരു പട്ടുമെത്തയിൽ കിടക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ ആൽക്കഹോളിസത്തിന്റെ ഉള്ളിൽ അഞ്ചാം പടി ചെയ്യുമ്പോൾ ദ റൂൾ ദ റൂൾ ഈസ് വി മസ്റ്റ് ഉണ്ട് അവിടെ. വീണ്ടും ഒരു മസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വി ഹാർഡ് ഓൺ അവർ സെൽഫ്. നമ്മൾ നമ്മളോട് കാഠിന്യമുള്ളവനായിരിക്കണം. ബട്ട് ഓൾവേസ് കൺസിഡറേറ്റ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരോട് മൃദു സമീപനമുള്ളവനായിരിക്കണം. എല്ലാവരോടും, ഭാര്യയോട്, മക്കളോട്, ജോലി സ്ഥലത്ത്, അയൽവക്കക്കാരോട്, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാവരോടും നമ്മൾ ഇനി മൃദു സമീപനമുള്ളവരായിരിക്കണം. അടുത്ത വായിക്കാവോ? ഞങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലുമായി ചർച്ച ചെയ്യുക എന്നത് വളരെ വലിയ അത്യാവശ്യമാണെങ്കിൽ തന്നെ അനുയോജ്യനായ ഒരാളെ അതിനുവേണ്ടി ലഭിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഒരാൾ പെട്ടുപോവുക എന്നതും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് സ്ഥിതി എങ്കിൽ അതാണ് സ്ഥിതിയെങ്കിൽ ഈ ഈ പടി നീട്ടിവെക്കാവുന്നതാണ്. ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഈ പടിയിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരിപൂർണമായ സന്നദ്ധ ഉള്ളവരാണ് നാം എങ്കിൽ മാത്രം. ഇത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ശരിയായ വ്യക്തിയോട് സംസാരിച്ചിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ഉത്കണ്ഠയുള്ളവരാണ്. വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നവരായിരിക്കണം അയാൾ എന്നതും നാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ശരിവെക്കാനും പൂർണ്ണമായും കഴിയുന്ന ആളായിരിക്കണം അയാൾ എന്നതും നമ്മുടെ പദ്ധതി അയാൾ മാറ്റിമറിക്കാൻ ശ്രമിക്കില്ല എന്നതും വളരെ പ്രധാനമാണ്. പക്ഷേ ഇത് ഒരു പടി നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഒഴിവഴിവായി നമ്മൾ ഉപയോഗിക്കരുത്. ബിഗിനേഴ്സിനോടും ന്യൂ കമേഴ്സിനോടും വീണ്ടും പറയാണ്. അതായത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ ഗ്രേറ്റ് നെസസിറ്റി ഫോർ ഡിസ്കസിങ് അവർ സെൽസ് വിത്ത് സമ്മൺ. ഇറ്റ് മേ ബി വൺ ഈസ് ടു സിറ്റുവേറ്റഡ് that there is no suitable person available. If that is so, this step may be postponed only. However, if we hold ourselves in complete readiness to go through with it at the first opportunity. അതായത് 1939 എഴുതിയ പുസ്തകമാണ്. 1939 സാഹചര്യമാണ്. അവര് പറയാണ്, നിങ്ങൾക്ക് ഈ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണെങ്കിൽ തന്നെ അനുയോജ്യമായ ഒരാളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഒരാൾ പെട്ടുപോകുന്നത് സംഭവിക്കാവുന്ന കാര്യമാണ്. 100 പേരുള്ളൂ അന്ന്, ആളുകളില്ല. പുസ്തകം എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു 3 ഗ്രൂപ്പുകളുള്ളൂ. ഒക്രോണിലും ഒഹായോയിലും പിന്നെ ക്ലേവ്ലാൻഡിലും 3 ഗ്രൂപ്പുകൾ. ക്ലേവ്ലാൻഡ് ഗ്രൂപ്പ് എനിക്ക് പുസ്തകം എഴുതിയതിനു ശേഷം വന്നാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഈ 3 ഗ്രൂപ്പുകളേ ഉള്ളൂ ഏകദേശം. വളരെ വിരലിലെണ്ണാവുന്ന അംഗങ്ങളേ ഉള്ളൂ. അപ്പൊ ആ സമയത്താണ് പറയുന്നത് ഈ പടി നീക്കി വെക്കാമെന്ന്. അതാണ് സ്ഥിതിയെങ്കിൽ പടി നീക്കണം. ഇന്ന് എന്റെ സാഹചര്യം അതല്ല. എന്റെ വീടിന്റെ ചുറ്റും ഒരാഴ്ച 350 മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഒരാഴ്ച ഫിസിക്കൽ മീറ്റിംഗ് 350 നടക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ 40ഉം 50ഉം 60ഉം വർഷങ്ങളായിട്ട് ആൽക്കഹോളിസത്തിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന അനേക ആളുകളെ എനിക്ക് കണ്ടെത്താൻ കഴിയും. അവരൊരാളോട് സംസാരിക്കാൻ കഴിയും. എന്നിരുന്നാൽ തന്നെയും 1939 എഴുതി വെച്ചിരുന്ന കാര്യം നമ്മൾ വീണ്ടും പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് സ്ഥിതിയെങ്കിൽ ഈ പടി നീട്ടിവെക്കാവുന്നതാണ്. 5ാം പടി നീട്ടിവെക്കാവുന്നതാണ്. ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഈ പടിയിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരിപൂർണമായ സന്നദ്ധത ഉള്ളവരാണ് നാം എങ്കിൽ മാത്രം. അതായത് നമ്മൾ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സന്നദ്ധത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നീട്ടിവെക്കേണ്ടത്. ഇത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ശരിയായ വ്യക്തിയോട് സംസാരിച്ചിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ ഉത്കണ്ഠ ഉള്ളവരാണ്. നമുക്കറിയാം ബിൽഡബ്ല്യുവിന്റെ ഈ 5ാം പടി ഈ എഴുത്തിലെല്ലാം ഇദ്ദേഹത്തിന് ഒരു ഉത്കണ്ഠയുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉത്കണ്ഠയുണ്ട്. എന്താണ്? ശരിയായ ആളിന്റെ അടുത്ത് ശരിയായ സമയത്ത്
AA മെമ്പർ ചെന്ന് സംസാരിക്കേണ്ടതാണ് നല്ലത്. അവന് പരിക്കുകളൊന്നും പറ്റരുത്. അവന്റെ ജീവിതത്തിൽ ഒരു അപാകത പറ്റാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇത് തന്നെയാണ് വീണ്ടും 12 and 12 12 പടികളും 12 പാരമ്പര്യങ്ങളിലും ഒരു നീണ്ട ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഫോർ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പാംലെറ്റുകൾ, എനിക്ക് തോന്നുന്നു 10-60 പേജ് ഉണ്ടെന്ന് തോന്നുന്നു, മലയാളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും, സ്പോൺസർഷിപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു സ്പോൺസർഷിപ്പിനെ കുറിച്ച് നമുക്ക് അതിനകത്ത് അറിവ് കിട്ടും. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഉത്കണ്ഠയുണ്ട്. എന്താണ്? ശരിയായ വ്യക്തിയോട് സംസാരിച്ചിരിക്കണം എന്നുള്ളത്. വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നവനായിരിക്കണം അയാൾ എന്നതും. ഒരു വിശ്വസ്തത വേണം. നാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിവെക്കാനും പൂർണ്ണമായി കഴിയുന്ന ആളായിരിക്കണം അയാൾ. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, കഴിയുന്ന ആളായിരിക്കണം, ശരിവെക്കാൻ കഴിയുന്ന ആളായിരിക്കണം. നമ്മുടെ പദ്ധതി അയാൾ മാറ്റിമറിക്കാൻ ശ്രമിക്കില്ല എന്നത് വളരെ പ്രധാനമാണ്. നമ്മളൊരു പദ്ധതിയിലൂടെ കടന്നു പോവാണ്, ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോവാണ്. അപ്പം ഒരു സ്പോൺസർ ഇത് ഇപ്പൊ പടികളൊന്നും ചെയ്യാത്തൊരു സ്പോൺസർ ആണെങ്കിൽ ചിലപ്പോ അത് മാറ്റിമറിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ഇതിപ്പോ ചെയ്യണ്ട, ഇത് പിന്നെ ചെയ്താ പോരെ, 5-ാം പടിയല്ലേ, ഇത് സമയമുണ്ടല്ലോ, വന്നല്ലേ ഉള്ളൂ, ഇരിക്കൂ, കസേര എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സ്പോൺസർ ആണെങ്കിൽ അയാൾ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അടുത്ത ആഴ്ച തന്നെ വന്ന് കാണണം, പിറ്റേ ആഴ്ച കാണണം. അയാൾ ഇങ്ങനെ മെസ്സേജ് അയക്കും, നീ എന്താ ചെയ്യാണ്, നീ ഇന്ന് എഴുതിയോ, നീ ആ കാര്യം ചെയ്തോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധത്തിൽ പോകും. പക്ഷെ ഇത് ഒരു പടി നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഒഴിവായി നമ്മൾ ഉപയോഗിക്കരുത്. ഒരിക്കലും നമ്മള് ഒരു ഒഴിവായിട്ട് അതായത് പടി നീട്ടിക്കൊണ്ടുപോകാൻ, 5-ാം പടി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു കഴിവായിട്ട് അത് നീട്ടിവെക്കരുത്. അടുത്ത് വായിക്കാം. ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടത്? ഞാൻ വായിക്കണോ? ആരാ ആരാണ് നമ്മളുടെ കഥ കേൾക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിക്കാം. ഞാൻ ആരാ? കൊച്ചെവിടെയാടാ? വായിക്കേ. മ്യൂട്ട് ചെയ്തായിരുന്നു. അറിയില്ല, ആരാണ് പറഞ്ഞോ. നമ്മുടെ കഥ ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ നാം പിന്നെ ഒട്ടും സമയം പാഴാക്കുന്നില്ല. നമ്മുടെ കൈവശം എഴുതി തയ്യാറാക്കിയ ഒരു സ്വയം കണ്ടെത്തൽ രേഖയുണ്ട്. ഒരു ദീർഘമായ സംഭാഷണത്തിന് നാം സജ്ജരാണ്. നമ്മുടെ കൂട്ടുകാരനോട് നാം എന്ത് ചെയ്യുവാനാണ് പോകുന്നതെന്നും എന്തുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യേണ്ടതുള്ളത് എന്നും നാം വിശദീകരിച്ചു കൊടുക്കുന്നു. നമ്മൾ ഏതു ജീവൻ മരണ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെ സമീപിക്കപ്പെടുന്ന മിക്കവാറും ആളുകൾ സഹായിക്കുവാൻ സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ വിശ്വാസത്താൽ അവർ ആദരിക്കപ്പെടും. താങ്ക് യു. അപ്പം ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയം പാഴാക്കുന്നില്ല. നമ്മളോട് മുമ്പുള്ള പാരഗ്രാഫിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പോസ്റ്റ് പോൺ ഒക്കെ ചെയ്യുക, ആളെ കണ്ടെത്തിയില്ലെങ്കിലൊക്കെ പറഞ്ഞെങ്കിലും when we decide who is to hear our story, we waste no time. അതായത് നമ്മുടെ കഥ കേൾക്കേണ്ട ഒരാൾ ആരാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വി വേസ്റ്റ് നോ ടൈം. 1, 2, 3, 4 വാക്കുകൾ മറക്കരുത്. വി വേസ്റ്റ് നോ ടൈം. നമ്മൾ സമയം പാഴാക്കുന്നില്ല. 3-ാം പടി കഴിഞ്ഞ് 4-ാം പടി ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞപ്പോഴാണ് അടുത്ത് തന്നെ ഉടൻ തന്നെ 3-ാം പടി കഴിഞ്ഞ് ഉടൻ തന്നെ ഇവിടെ പറയാണ് വി വേസ്റ്റ് നോ ടൈം. 4-ാം പടി നമ്മൾ എഴുതി കഴിഞ്ഞു. 1, 2, 3 കോളങ്ങൾ തിരിച്ചു. 4, 5 നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി. നമ്മുടെ സ്വാർത്ഥതയാണോ, തൻകാര്യ മാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവനാണോ, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാത്തവനാണോ, അസൂയുള്ളവനാണോ, ഭയമുള്ളവനാണോ, സെക്സൽ പ്രോബ്ലം ഉള്ളവനാണോ, ഞാൻ മറ്റുള്ളവരെ ദുരുപയോഗിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ 5th സ്റ്റെപ്പിന്റെ കോളം വെച്ചിട്ട് നമ്മൾ പിന്നെ പറയാണ് വി വേസ്റ്റ് നോ ടൈം. നമ്മൾ സമയം പാഴാക്കുന്നില്ല. വി ഹാവ് എ റിട്ടൺ ഇൻവെന്ററി ആൻഡ് വി ആർ പ്രിപ്പയർഡ് ഫോർ എ ലോങ് ടോക്ക്. അതായത് നമുക്ക് ഒരു റിട്ടേൺ ഇൻവെന്ററി ഉണ്ട്, നമ്മുടെ കയ്യിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇൻവെന്ററി ഉണ്ട്. നമ്മുടെ കൈവശം എഴുതി തയ്യാറാക്കിയ ഒരു സ്വയം കണ്ടെത്തൽ രേഖയുണ്ട്. ഒരു ദീർഘമായ സംഭാഷണത്തിന് നാം സജ്ജരാണ്. നമ്മൾ അവിടെ പോയിരുന്ന് ഒരു ദീർഘമായ സംഭാഷണത്തിന് നമ്മൾ സജ്ജരാണ്. വി എക്സ്പ്ലെയിൻ ടു അവർ പാർട്ട്ണർ ദാറ്റ് വി ആർ അബൌട്ട് ടു ഡു ആൻഡ് വൈ വി ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ കഥ കേൾക്കാൻ പോകുന്ന ആളോട്, നമ്മുടെ കൂട്ടുകാരനോട് നാം എന്ത് ചെയ്യുവാനാണ് പോകുന്നതെന്നും എന്തുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള ദൗത്യം വിശദീകരിച്ചു കൊടുക്കുന്നു. നമ്മൾ ഒരു ജീവൻ മരണ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അയാൾക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെ സമീപിക്കപ്പെടുന്ന മിക്കവാറും ആളുകൾ സഹായിക്കുവാൻ സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ അവർ ആദരിക്കപ്പെടും. എത്ര ജീവൻ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയാണോ സ്പോൺസർഷിപ്പ്? ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ എന്നെ സ്പോൺസർ ആക്കാമോ എന്ന് പറയുമ്പോൾ അവന്റെ ജീവനാണ് അവന് തിരിച്ചു കൊടുക്കുന്നത്. അവന്റെ കൈ പിടിച്ച് വരൂ, ഇരിക്കൂ, നീ സംസാരിക്കൂ,
അല്ലെങ്കിൽ എന്താണ് സ്പോൺസർഷിപ്പ്, എന്താണ് ഈ അഞ്ചാമത്തെ പടി, എങ്ങനെയാണ് ഓരോ പടികളിലൂടെയും കടന്നു പോകേണ്ടതെന്ന് പറയുമ്പോൾ അവനവന് കൊടുക്കുന്നത് ജീവനാണ്. ജീവന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള പ്രശ്നമാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മൾ ഒരു ജീവൻ മരണ ദൗത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവനെ കുടിയിലേക്ക് തിരിച്ചു പോകാതെ, അവന്റെ അടുത്ത കുടി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡ്രിങ്കിലേക്ക് തിരിച്ചു പോകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൗത്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നമ്മളൊരു നിയോഗത്തിലാണ്, ഒരാളെ രക്ഷിക്കാനുള്ള നിയോഗത്തിൽ. അഞ്ചാം പടി എന്ന് പറയുമ്പോൾ, സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരു നിയോഗമാണ്. വലിയൊരു നിയോഗം ചെറുതായിട്ട് കാണരുത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള, ലോകത്ത് ഒരിക്കലും ഒരാൾക്കും കിട്ടാൻ കഴിയാത്ത, ഒരു ഡോക്ടർക്കോ ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു സൈക്കാട്രിസ്റ്റിനോ ഇനി അങ്ങനെ ദൈവത്തിന് നേരിട്ട് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ കാര്യമാണ് ദൈവം വഴി മനുഷ്യരായിട്ടുള്ള ആൽക്കോളിസ് അനോണിമസിലെ അംഗങ്ങള് മറ്റൊരാളുകളിലേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയത്, വി ആർ എൻഗേജ് അപ്പോൺ എ ലൈഫ് ആൻഡ് ഡെത്ത് എറാൻഡ്. ഒരു ദൗത്യമാണ്. എറൻഡ് എന്ന് വെച്ചാൽ ദൗത്യമാണ്, ഒരു യാത്രാ നിയോഗമാണ്. മോസ്റ്റ് പീപ്പിൾ അപ്രോച്ചസ് ഇൻ ദ വേ വിൽ ബി ഗ്ലാഡ് ടു ഹെൽപ്പ്. എല്ലാവരും ഇങ്ങനെയുള്ള സംഗതി വരുമ്പോൾ അവർക്ക് സന്തോഷമാവും. ദേ വിൽ ബി ഹോണേഡ് ബൈ അവർ കോൺഫിഡൻസ്. ഒരാള് എന്നോട് പറയാണ്, എന്റെ അഞ്ചാം പടി കേൾക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ആദരിക്കപ്പെടുകയാണ്, ഞാൻ ബഹുമാനിക്കപ്പെടുകയാണ്. അവന്റെ രഹസ്യങ്ങൾ എന്നോട് പറയാനായിട്ട് അവൻ തയ്യാറാകുമ്പോൾ ഞാൻ അത് ചെയ്യുകയാണ്. അപ്പോ അതാണ് അവിടുത്തെ അവസാനത്തെ വരി, നമ്മുടെ വിശ്വാസത്താൽ അവിടെ ആദരിക്കപ്പെടും. അടുത്ത് വായിക്കാവോ? മയക്ക് തുറക്കണേ. ആ ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളലും സ്വഭാവത്തിലെ ഓരോ വൈകല്യവും വെളിപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ടും നാം ഇതിലേക്ക് വരണം. ഒന്നും മറച്ചു പിടിക്കാത്ത നാം ഈ പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ നാം സന്തുഷ്ടമായി തീരുന്നു. നമുക്ക് ലോകത്തെ അതിൻ്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാവുന്നു. പൂർണ്ണമായ സമാധാനവും ആശ്വാസവും ഒറ്റക്കാവുമ്പോൾ പോലും അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നു. നമ്മിൽ നിന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. ദൈവത്തിൻ്റെ സാമീപ്യം നാം അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു. നമുക്ക് ചില ആത്മീയമായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം, പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. കൂടിയ പ്രശ്നം അപ്രത്യക്ഷമായി എന്ന തോന്നൽ പലപ്പോഴും ശക്തമായി ഉണ്ടാകാം. പ്രപഞ്ചശക്തിയുമായി കൈകോർത്ത് പിടിച്ചു നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണ് ഞങ്ങളെന്ന് കരുതുന്നു. ഓരോ മെമ്പറോടും പറയാണ്, ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളലും സ്വഭാവത്തിലെ ഓരോ വൈകല്യവും, അതായത് വി പോക്കറ്റ് അവർ പ്രൈഡ് ആൻഡ് ടു ഗോ ടു ഇറ്റ്, എലിമിനേറ്റിംഗ് എവരി ട്വിസ്റ്റ് ഓഫ് ക്യാരക്ടർ, എവരി ഡാർക്ക് ക്രാനി ഓഫ് ദ പാസ്റ്റ്. ഭൂതകാലത്തിന്റെ ഓരോ ഇരുണ്ട വിള്ളലും സ്വഭാവത്തിലെ ഓരോ വൈകല്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ടും നാം ഇതിലേക്ക് വരണം. സ്റ്റെപ്പ് 5ലേക്ക് വരണം, അഞ്ചാമത്തെ പടിയിലേക്ക് വരണം. കാരണം ഇത് ജീവിതത്തെ രക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. ഒന്നും മറച്ചു പിടിക്കാതെ നാം ഈ പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ നാം സന്തുഷ്ടരായിത്തീരുന്നു. നമുക്കറിയാം, പേജ് നമ്പർ 82 ഒരുപാട് പ്രോമിസസുകൾ പറയുന്നുണ്ട് 9ാമത്തെ പടിയില്. പക്ഷെ ഇതെല്ലാം പ്രോമിസസുകളാണ്. ഈ ബിഗ് ബുക്കിലെ ഒരുപാട് പ്രോമിസസിന്റെ 5ാം പടി പ്രോമിസസ് ആണ് ഈ പറയുന്നത്. വൺസ് വി ഹാവ് ടേക്കൺ ദിസ് സ്റ്റെപ്പ് വിത്ത് ഹോൾഡിംഗ് നത്തിങ് വി ആർ ഡിലൈറ്റഡ്. എന്താണ് വി ഡിലൈറ്റഡ്? ആഹ്ലാദഭരിതമാകുന്നു, സന്തോഷവാനാകുന്നു. ഒന്നും മറച്ചു പിടിക്കാതെ നാം ഈ പഠിഞ്ഞിരിക്കുമ്പോൾ ചെയ്യുമ്പോൾ നാം സന്തുഷ്ടരായിത്തീരുന്നു. നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാകുന്നു. വി ക്യാൻ ലുക്ക് ദ വേൾഡ് ഇൻ ദ ഐ. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ വി ക്യാൻ ബി അലോൺ അറ്റ് പെർഫെക്റ്റ് പീസ് ആൻഡ് ഈസ്. എന്താണ് നമുക്ക് ലഭിക്കുന്നത്? പൂർണ്ണമായ സമാധാനവും ആശ്വാസവും. പീസ് സമാധാനം, ഈസ് ആശ്വാസം, അല്ലെങ്കിൽ സന്തുഷ്ടി, സമാധാനം, ഇതെല്ലാം കിട്ടുന്നു. നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് പൂർണ്ണമായ സമാധാനം ആശ്വാസം ഒറ്റയ്ക്കാവുമ്പോൾ പോലും അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നു. അതായത് വി ക്യാൻ ബി എലോൺ അറ്റ് പെർഫെക്റ്റ് പീസ് ആൻഡ് ഈസ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും ഈ സമാധാനവും സന്തുഷ്ടി അനുഭവിക്കാൻ പറ്റുന്നു. അവർ ഫിയേഴ്സ് ഫോൾ ഫ്രം അസ്. നമ്മുടെ ഭയം നമ്മളിൽ നിന്ന് വിട്ടകലുന്നു. വി ബിഗിൻ ടു ഫീൽ ദ നിയർനെസ് ഓഫ് അവർ ക്രിയേറ്റർ. നമ്മൾ നമ്മുടെ സൃഷ്ടാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. നമ്മിൽ നിന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. ദൈവത്തിന്റെ സാമീപ്യം നാം അനുഭവിച്ചറിയാൻ പോകുന്നു. നമുക്ക് ചില ആത്മീയമായ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ ഇപ്പോൾ നമുക്കൊരു ആത്മീയമായ അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. വി മേ ഹാവ് ഹാഡ് സർട്ടൻ സ്പിരിച്വൽ ബിലീഫ്. ചില ആത്മീയ വിശ്വാസങ്ങളുണ്ട്, ബട്ട് നൗ വി ബിഗിൻ ടു ഹാവ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ആത്മീയ അനുഭവം ഉണ്ടാകാൻ പോകുന്നു.
The feeling that their drink problem has disappeared will often come strongly. നമുക്ക് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുന്നത് കുടിപ്രശ്നം അപ്രത്യക്ഷമായെന്ന് തോന്നൽ പലപ്പോഴും ശക്തമായ ഉണ്ടാകാം. കുടിപ്രശ്നം അപ്രത്യക്ഷമായി എന്ന തോന്നൽ ശക്തമായി ഉണ്ടാകാം. The drink problem has disappeared will often come strongly. ശക്തമായിട്ട് എന്റെ മദ്യപാനത്തിന്റെ പ്രശ്നം മാറി എന്ന് എനിക്ക് തോന്നും. അടുത്ത വാഗ്ദാനം എന്താണ്? വി ഫീൽ വി ആർ ഓൺ ദ ബ്രോഡ് ഹൈവേ. ഞാൻ ഒരു വലിയ ഹൈവേയിലൂടെ നടന്നു പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? വാക്കിംഗ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ സ്പിരിച്വൽ ഓഫ് ദ യൂണിവേഴ്സ്. അതായത് ഈ പ്രപഞ്ചശക്തിയുടെ കൈകോർത്ത് പിടിച്ചു നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലാണെന്ന് ഞങ്ങൾ എന്ന് കരുതുന്നു. നമുക്കറിയാം, ഈ പടികളിലെല്ലാം ഒരു ആർച്ചിനെ പറ്റി ബൈബിൾ ഡബ്ല്യു പറയുന്നുണ്ട്. ആ ആർച്ച് എന്താണ്? നമ്മുടെ ഒന്നാം പടിയാണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോണ്. രണ്ടാം പടിയാണ് അതിന്റെ കോർണർ സ്റ്റോണ്. മൂന്നാം പടിയാണ് കീ സ്റ്റോണ്. ഈ 3 പടികളും വെച്ചിട്ടാണ് നമ്മൾ ആർച്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവിടെ ഒരു വീഴ്ച ഉണ്ടാകുന്നില്ല. വാക്ക് ത്രൂ ഫ്രീ പേഴ്സൺ, ഒരു സ്വാതന്ത്ര്യമുള്ള മനുഷ്യനായിട്ട് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ നമുക്കറിയാം, ബിഗ് ബുക്കിന്റെ ലക്ഷ്യം എന്താണ്? ആ സ്വാതന്ത്ര്യത്തിലേക്ക്, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം, ഹാപ്പി ജോയ്സ് ആൻഡ് ഫ്രീ, ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക്, ജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക്, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ആൽക്കോളിക്സ് അനോണിമസ് മെമ്പേഴ്സിനെ നയിക്കുക എന്നുള്ളതാണ്. ആ ആർച്ചിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് പല പല വാക്കുകൾ ബിൽഡബ്ല്യു ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഫോർത്ത് ഡയമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസിൽ പറയുന്നുണ്ട്, നമ്മൾ റോക്കറ്റഡ് ടു എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ വിക്ഷേപിച്ചു, ലോകത്തിലേക്ക് വിക്ഷേപിച്ചു, ആത്മീയതയിലേക്ക് ആത്മീയതയിലേക്ക് ചിറകിലേറ്റ് നമ്മൾ വിക്ഷേപിച്ചു എന്നാണ് പറയുക. ഇവിടെ എന്താണ് പറയുക? നമ്മള് കൈ ചേർത്ത് പിടിച്ച് നമ്മുടെ സൃഷ്ടാവിനോടൊപ്പം ഈ പ്രപഞ്ചത്തിലൂടെ, ഈ ബ്രോഡ് ഹൈവേയിലൂടെ സ്വതന്ത്രനായി സന്തോഷവാനായി നമ്മൾ നടന്നു എന്നാണ് പറയുക. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 5. അതിന് ജോൺ മാക്കിന്റെ 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജോൺ മാക്കിന്റെ നമ്മളെപ്പോഴും ബുധനാഴ്ചകളിലൂടെ വായിക്കുന്നതാണ് ദ സ്റ്റെപ്സ് വി ടുക്ക്. അതിനകത്ത് പേജ് 60 ഇങ്ങനെ പറയുന്നുണ്ട്, സം പീപ്പിൾ അഡ്വൈസ് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ടു വെന്റ് ഫീലിംഗ്സ്. Okay. Some people advise that it is good to vent feelings and to let resentment out. ചില ആളുകൾ സംസാരിക്കാറുണ്ട് ഇങ്ങനെ ഈ നീരസമൊക്കെ നമ്മുടെ പുറത്തു വിടണം. ബട്ട് അൺലെസ് വി ഗെറ്റ് ഇറ്റ് ടു ദ റൂട്ട് കോസ് ഓഫ് ദ റിസെന്റ്മെന്റ്. യഥാർത്ഥത്തിൽ ഈ നീരസത്തിന്റെ യഥാർത്ഥ വേരുകൾ നമുക്ക് കണ്ടെത്തിയില്ലെങ്കിൽ വി ഹാവ് ഓൺലി മേഡ് റൂം ഫോർ ദ നെക്സ്റ്റ് റിസെന്റ്മെന്റ്. അപ്പൊ നമ്മൾ അടിവേര് പറിച്ച് ഈ റിസെന്റ്മെന്റ് കളഞ്ഞില്ലെങ്കിൽ എന്നാണ് പറ്റുന്നത്? അടുത്ത നീരസത്തിനുള്ള ഒരു മാർഗം അവിടെ ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല. നമ്മൾ ഒരു ചെടിയുടെ മോള് മാത്രം വെട്ടിക്കളയുന്നുള്ളെങ്കിൽ അടുത്ത ചെടി അതിന്റെ സൈഡിൽ തന്നെ വളർന്നു വരും. ദിസ് കൈൻഡ് ഓഫ് വെന്റിങ് മേ മേക്ക് us ഫീൽ ഗുഡ് ഫോർ എ വൈൽ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷമൊക്കെ തോന്നും, പക്ഷെ അത് കുറച്ച് സമയത്തേക്കും. ബട്ട് ഇഫ് യു ഡോണ്ട് ഗെറ്റ് ടു ദ കോസ് ദ റോങ് ജഡ്ജ്മെന്റ്, പക്ഷെ നമ്മൾ തെറ്റായ ചില ജഡ്ജ്മെന്റുകൾ ചെയ്യും, വി വിൽ സൂൺ ഹാവ് അനദർ റിസെന്റ്മെന്റ് ടു ടേക്ക് ദാറ്റ് വൺസ് പ്ലേസ്. അതായത് പഴയ റിസെന്റ്മെന്റിന്റെ സ്ഥാനത്ത് പുതിയ റിസെന്റ്മെന്റ്, നീരസം വരും. ആൻഡ് ദ വൺ വി ജസ്റ്റ് എക്സ്പ്രസ്ഡ് വിൽ യൂഷ്വലി സ്റ്റിൽ ബി ദേർ. നമ്മൾ നേരത്തെ പറഞ്ഞ റിസെന്റ്മെന്റ് അടിവേരും പഴുതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാകും, അത് പോകുന്നില്ല എന്നാണ് ജോൺ മക്കോണി ദ സ്റ്റെപ്സ് വി ടുക്കിലെ പേജ് 60 പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് 5 ഒരാളോട് ഇതെല്ലാം പറയണമെന്ന് പറയാൻ. അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് റിയൽ ഈസി ഫോർ മീ ടു ലുക്ക് അറ്റ് യു ആൻഡ് സീ യുവർ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. എനിക്ക് മറ്റൊരാളുടെ, എന്റെ ഭാര്യയുടെയോ മറ്റു ആളുകളുടെയോ കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. there is nothing between you and me except air. അതായത് അവിടെ ഒരു എയർ മാത്രമേ. സോറി കേട്ടോ, എന്റെ ഒരു വേറൊരു കൂട്ടുകാരൻ വന്നേ, അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാല്, നമുക്ക് മറ്റൊരാളുടെ ക്യാരക്ടർ ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. കാരണം അവിടെ ഒരു എയർ മാത്രമേ ഉള്ളൂ, അവിടെ ഒരു തടസ്സമില്ല. ബട്ട് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ലുക്ക് അറ്റ് മീ, എന്നിൽ നോക്കുക, ആൻഡ് സീ ദ ട്രൂത്ത്, സത്യത്തെ കാണുക, ആൻഡ് സീ മൈ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ, എന്റെ തെറ്റായിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ കാണുക പാടാണ്. ബിക്കോസ് ഓഫ് ഇയേഴ്സ് സ്പെൻഡ് റാഷണലൈസ് ആൻഡ് ജസ്റ്റിഫൈങ് ദീസ് ആറ്റിറ്റ്യൂഡ്സ്. എന്റെ മനോഭാവം എന്താണ്? എല്ലാത്തിനും ന്യായീകരിക്കുക, എല്ലാത്തിനും എക്സ്ക്യൂസസ് പറയുക, ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരണങ്ങൾ നിരത്തി വെക്കുക എന്നുള്ളതാണ്. ഐ നീഡ് അനദർ ഹ്യൂമൻ ബീയിങ് ടു ലുക്ക് അറ്റ് മീ ഒബ്ജക്റ്റീവ്ലി ആൻഡ് ഹെൽപ്പ് മീ സീ ദ തിങ്സ് ഐ കുഡിന്റ് സീ. ഇവിടെ എന്താണ് സ്പോൺസർ ചെയ്യുന്നത്? മറ്റൊരാൾ
എന്നിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞാൻ കാണാത്ത ഭാഗങ്ങളും എല്ലാം എനിക്ക് കാണിച്ചു തരുന്നു. ഐ ഡിഡ് ദ വെരി ബെസ്റ്റ് ഐ കുഡ് ഡു ഇൻ ദ ഇൻവെന്ററി പ്രോസസ്, ബട്ട് എ സോളിറ്ററി സെൽഫ് അപ്രൈസൽ ഈസ് ഇൻസഫിഷ്യന്റ്. അതായത് ഞാൻ സ്വന്തം നിലയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ എന്റെ ഈ സ്വയം വിശദീകരണവും സ്വയം ന്യായീകരണങ്ങളും ഇന്നും ഈ അഞ്ചാം പടിക്ക് ഗുണകരമല്ല. ഐ നീഡ് ഗോഡ് ആൻഡ് അനദർ ഹ്യൂമൻ. എനിക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ട്, മറ്റൊരു വ്യക്തിയുടെ ആവശ്യമുണ്ട് ടു ഹെൽപ്പ് മീ ടു സീ തിങ് ഐ കുഡന്റ് സീ ഓൺ മൈ ഓൺ. എനിക്ക് സ്വന്തമായിട്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു ആളുടെയും കാര്യമുണ്ട്. ഇത് പറഞ്ഞത് ജോ മക്കോയി ആണ്. ഓഗസ്റ്റ് 1998 നമ്മുടെ ഒരു മെമ്പർ പറഞ്ഞ കാര്യമാണ്. അടുത്തത് ഒരു ഭാഗം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. ചാർലി പാർമലി എന്ന് പറയുന്ന ന്യൂയോർക്കിലുള്ള ഒരു മെമ്പർ 1998 എഴുതിയതാണ്. ഐ നീഡ് ടു ടേക്ക് മൈ ഇൻവെന്ററി ടു അനദർ ഹ്യൂമൻ ബീയിങ്. മറ്റൊരു വ്യക്തിയോട് ഞാൻ എന്റെ ഇൻവെന്ററി പറയേണ്ടതുണ്ട്. വൺ ഹു ഹാസ് വാക്ക്ഡ് വിത്ത് ദിസ് വാക്ക് ബിഫോർ മീ. അതായത് ഒരാൾ എനിക്ക് മുമ്പ് സഞ്ചരിച്ചിട്ടുള്ള ആൾ, ഈ പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആൾ, ഹു അണ്ടർസ്റ്റാൻഡ് സ്റ്റെപ്സ് 4, 5, 6, 7, 8 and 9. അതായത് 4, 5, 6, 7, 8, 9 പടികൾ ചെയ്തിട്ടുള്ള ഒരാൾ, അക്കോർഡിംഗ് ടു ദ ബിഗ് ബുക്ക്. ബിഗ് ബുക്ക് പറയുന്നത് പോലെ, ആൻഡ് ഹാവ് ദ ഹെൽപ്പ് മീ സീ ദ തിങ്സ് ഐ കാൻ സീ അബൌട്ട് മീ. എനിക്ക് എന്നെ കാണാൻ കഴിയാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ കാണാൻ കഴിയാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും അയാൾ അതിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് എന്നെ കാണിച്ചു തരും. നൗ ദേ ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് എനിത്തിങ് ഇൻ കോളം 1 or 2. അവര് ഒന്നാമത്തെ രണ്ടാമത്തെ കോളത്തിൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് ദേ വിൽ പ്രോബബ്ലി ചേഞ്ച് സം തിങ്സ് ഇൻ കോളം 3, 4 and 5. 3, 4, 5 കോളത്തിൽ, അതായത് മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻസ്റ്റിക്റ്റ് ആണ്. 4, 5 എന്റെ തെറ്റുകളും കുറ്റങ്ങളുമാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. ദ മെയിൻ തിങ് ഇസ് ടു ദേ റിയലി നോ ദ പ്രോഗ്രാം. ഇതിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്പോൺസർ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് പ്രോഗ്രാം അറിയാമോ? അതാണ് ചോദ്യം. ഇഫ് ദ ഡു ദേ ക്യാൻ ഹെൽപ്പ് അസ്. അവർക്ക് അറിയാമെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. ഇഫ് ദ ഡോണ്ട്, അവർക്ക് അറിയില്ലെങ്കിൽ, then all we are going to get out of it is confession. അപ്പം അവർക്ക് അത് അറിയില്ലെങ്കിൽ നമ്മൾ വല്ലാത്തൊരു കുറ്റബോധത്തിലേക്ക് തള്ളിവിടും. നമുക്കതല്ല വേണ്ടത്. ഇതെല്ലാം അറിയാവുന്ന, ഇന്ന് 90 വർഷങ്ങൾ പിന്നീട് ആൽക്കോളിക് അനോണിമസിന് ധാരാളം ആളുകളുണ്ട്. നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഒരാളെ കണ്ടെത്തി 5-ാം പടി ചെയ്യാൻ ശ്രമിക്കാം.